ക്ലാസ് 9 ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത്. പ്രത്യുൽപാദന ആരോഗ്യം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. പ്രത്യുൽപാദന ആരോഗ്യം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ലിംഗനീതിയും ലിംഗഭേദവും എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ലിംഗനീതിയും ലിംഗഭേദവും, ആരോഗ്യകരമായ ഗർഭകാലം, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, ഗർഭകാല പരിചരണം, മാതൃത്വം, മുലപ്പാലിൻ്റെ പ്രാധാന്യം, വാക്സിനേഷൻ, ലൈംഗിക രോഗാണുബാധകൾ എന്നിവയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ, മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. മാതൃശിശു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം വീണ്ടും മുന്നിലെത്തിയ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മാതൃശിശു മരണനിരക്ക് സംസ്ഥാനം രേഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഈ മാതൃശിശു മരണനിരക്ക് കുറയുവാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്? എന്തായിരിക്കാം? ഉയർന്ന സ്ത്രീ സാക്ഷരത അല്ലേ, അതുപോലെ തന്നെ മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ ഗുണമേന്മയുള്ള പൊതുജനാരോഗ്യ പദ്ധതികളും ഉണ്ട്. അത് കാരണമാണ് മരണനിരക്കൊക്കെ കുറയുന്നതിനായിട്ട് കാരണം നല്ല സാക്ഷരത, നല്ല വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങി സ്ത്രീകൾക്ക് എല്ലാത്തിനെയും കുറിച്ചൊരു ബോധം വന്നു തുടങ്ങി. അതുപോലെ തന്നെ എന്താണ്, മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളും നമുക്ക് വേണ്ട പൊതുജനാരോഗ്യ പദ്ധതികളൊക്കെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മാതൃശിശു മരണനിരക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയായ പോഷകാഹാരവും വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ലഭിക്കുന്ന മാതൃശിശു മരണനിരക്ക് കുറയ്ക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ശരിയായ പോഷകാഹാരം ലഭിക്കുന്നുണ്ടാവണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം വേണം, ആരോഗ്യ പരിരക്ഷയൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മാതൃശിശു മരണനിരക്ക് നമുക്ക് കുറയ്ക്കുവാനായിട്ട് പറ്റും. സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ആരോഗ്യ വിദഗ്ധരുടെയും സേവനം ഗർഭകാലത്തും പ്രസവാനന്തരവും ആവശ്യമാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ ഡെലിവറിയുടെ സമയത്താണെന്നുണ്ടെങ്കിലും അതിന് ശേഷമാണെങ്കിലും അതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് വേണം? ആരോഗ്യ വിദഗ്ധരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ലോകമെമ്പാടും സ്ത്രീകൾക്ക് പരിഗണനയും പരിചരണവും ലഭ്യമാകുന്നതിന് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഉണ്ടല്ലേ, നമുക്കറിയാം ചില സ്ത്രീകൾക്കൊന്നും ഇത് കാര്യമായിട്ടൊന്നും ലഭിക്കണമെന്നില്ല. അപ്പോൾ കുറേ പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് വായിച്ചു നോക്കാം. സമൂഹം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത സാഹചര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴുമുണ്ട്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിവാഹം, കുട്ടികളെ പരിചരിക്കൽ, കുടുംബം പോറ്റൽ എന്നിവയിൽ ഒതുങ്ങിപ്പോകാൻ അവർ നിർബന്ധിതരാകുന്നു. ആൺകുട്ടികൾ കളിക്കുകയും സ്കൂളിൽ പോകുകയും ചെയ്യുമ്പോൾ പെൺകുട്ടികളെ പാചകം ചെയ്യുവാനും വീട്ടുജോലികൾ ചെയ്യുവാനും പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട്. ജോലിക്ക് പോകാനോ ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും വിരളമല്ല. സാമൂഹിക ബന്ധങ്ങളിലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും മാത്രമല്ല വ്യക്താധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിനും സ്ത്രീകൾക്ക് പലപ്പോഴും വിലക്കുകൾ വിധേയരാകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് ഇപ്പോഴും വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു ഇതുണ്ട്. അടുക്കളയുടെ ഉള്ളിൽ ഒതുങ്ങി കൂടി കഴിയുന്ന സ്ത്രീകളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടെന്നല്ല ഇതിൽ പറഞ്ഞു വരുന്നത്. സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കുന്നതിന് സമൂഹം ഇനിയും മാറ്റത്തിന് വിധേയമാകേണ്ടതില്ലേ? ഉണ്ടല്ലേ. നമുക്കറിയാം ലിംഗനീതി എന്ന ആശയത്തിന് പ്രസക്തി കൈവരുന്നത് ഇവിടെയാണ്. ലിംഗനീതി എന്ന് പറയുന്ന ആശയം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കിനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ലിംഗഭേദവും അതുപോലെ തന്നെ ലിംഗപദവിയും എന്ന് പറയുന്ന സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ജനന സമയത്താണ് ആണോ പെണ്ണ് എന്നത് സാധാരണയായിട്ട് തിരിച്ചറിയുന്നത്. നമുക്കറിയാം അല്ലേ, ജനന സമയത്താണ് നമുക്കറിയുള്ളൂ. അതിനു മുമ്പ് ഡോക്ടേഴ്സിന് അറിയാം, പക്ഷെ നമുക്കറിയാനായിട്ട് സാധിക്കില്ല. ക്രോമസോമുകൾ, ഹോർമോണുകൾ, ബാഹ്യവും ആന്തരികവുമായ നിരവധി ശാരീരിക സവിശേഷതകൾ എന്നിവയാണ് ജീവശാസ്ത്രപരമായ ആൺപെൺ ലിംഗഭേദത്തിനിടയിൽ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ക്രോമസോം, അതുപോലെ തന്നെ ഹോർമോണ്, ബാഹ്യവും ആന്തരികവുമായ നിരവധി ശാരീരിക സവിശേഷതകൾ എന്നിവയൊക്കെയാണ് ജീവശാസ്ത്രപരമായ ആൺപെൺ ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രോമസോം, ഹോർമോൺ, അതുപോലെ തന്നെ ശാരീരിക സവിശേഷതകളാണ്. പ്രത്യുൽപാദന സെക്സ് എന്ന് പറയുന്നതിലെ ഏതാണ് ലിംഗം എന്ന് പറയുന്നത്? ആണാണോ പെണ്ണാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ്? ക്രോമസോമുകളിൽ വ്യത്യാസമുണ്ടായിരിക്കും, ഹോർമോൺസിൽ വ്യത്യാസമുണ്ടായിരിക്കും, അതുപോലെ തന്നെ ശാരീരിക സവിശേഷതകളിൽ വ്യത്യാസമുണ്ടായിരിക്കും. പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അല്ലാത്തതായോ ഇവ രണ്ടും ചേർന്നതായോ വ്യത്യസ്തമായ ക്രോമസോമുകളുള്ളവരെയോ ജനിച്ചവരെയാണ് ഇൻ്റർസെക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പം എന്താ പറയുന്നത്? ചില സമയത്ത് പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായിട്ടും സ്ത്രീയുടെയോ പുരുഷൻ്റേതല്ലാതായിട്ട് വരാം. ഒന്നില്ലെങ്കിൽ സ്ത്രീയുടെ നമുക്ക് കറക്റ്റായിട്ടൊരു ജെൻഡർ സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റേത് വേണം അല്ലേ. എന്നാൽ സ്ത്രീയുടെയോ പുരുഷൻ്റേതായിട്ടല്ല പ്രത്യുൽപാദന അവയവങ്ങൾ ഇല്ലാതായിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് വരാം അല്ലേ. ഇവ രണ്ടും ചേർന്നതായിട്ടോ വ്യത്യസ്ത
വ്യത്യസ്തമായ ക്രോമസോമുകളുള്ള ആൾക്കാരുണ്ടാവാം. അവരെയാണ് നമ്മൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്? ഇൻ്റർസെക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ 40ഓളം ഇൻ്റർസെക്സ് എന്ന് പറയുന്ന വിഭാഗം ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ജനിച്ചപ്പോഴുള്ള ലിംഗത്തോട് യോജിച്ച് പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം ബോധ്യപ്പെട്ട ലിംഗപദവി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ, വേറൊരു ജെൻഡർ ഒരു വിഭാഗമാണ് മെയിലും ഫീമെയിലും കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർസെക്സ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്? ചിലപ്പോൾ അവരുടെ ലിംഗത്തോട് യോജിച്ച് പോകാത്ത പ്രവൃത്തികളായിരിക്കാം അവർക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവർ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്ജെൻഡർ എന്ന് പറയും. സമൂഹം വ്യക്തിയുടെ നൈപുണ്യങ്ങളോ സവിശേഷതകളോ പരിഗണിക്കാതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങളും ഉത്തരവാദിത്യങ്ങളും ചുമതലകളും നിഷ്കർഷിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ ചില ജോലികൾ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയാണ് നിഷ്കർഷകളായ ലിംഗപദവി രൂപപ്പെടുത്തുന്നത്. ഇത് പലപ്പോഴും മനുഷ്യാവകാശങ്ങൾക്കെതിരായ ലിംഗാടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളായിട്ട് മാറാറുണ്ട്. അതായത് എന്താ പറയുന്നത്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളൊരു വകഭേദം ഉണ്ടാവാറുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കുറേ റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരാൺ അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറയുന്ന ഒരു ജെൻഡർ ഉണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഒന്നിനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും ഉണ്ടാവാതിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാകും. അതിനെ നമ്മൾ ഇൻ്റർസെക്സുകൾ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളത് പറഞ്ഞു, ശരിക്കും അവർ ജനന സമയത്ത് ഉണ്ടാകുന്ന ലിംഗത്തിനേക്കാളും ലിംഗപദവിനേക്കാളും വ്യത്യാസമായിരിക്കണം. ചിലപ്പോൾ മെയിലായിട്ടാണ് ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ അവർ ഫീമെയിലിൻ്റെ ഒരു ഇതായിരിക്കും, ക്യാരക്ടറായിരിക്കാം കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ആ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതിനാണെന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് അവിടെ പറഞ്ഞത്? സ്ത്രീകൾക്ക് ഇപ്പം എന്താണ് പല തുല്യത ഒന്നും ലഭിക്കുന്നില്ല എന്നും ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ലിംഗനീതി ബോധമുള്ള ജനതയാണ് തുല്യാവകാശങ്ങളും അവസരങ്ങളും അന്തസ്സും ഉറപ്പാക്കുന്ന നീതിയുക്തമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. ലിംഗനീതി ബോധവും വിവേചന ബുദ്ധിയും സാമൂഹിക ഇടപെടലുകളും കുട്ടികൾ ആർജിക്കുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. അപ്പോൾ കൗമാര കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബോധവും അതുപോലെ തന്നെ വിവേചന ബുദ്ധിയൊക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നത്. കുട്ടികൾ നേടുന്ന അറിവും അവബോധവും മികച്ച ഒരു സാമൂഹിക ജീവിയായി അവരെ രൂപപ്പെടുത്തുമെന്നതിനാൽ കൗമാരകാലം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലെ പ്രധാന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ കൗമാര വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നമുക്കറിയാമല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സുകളൊക്കെ നൽകാറുണ്ട് കൗമാരക്കാർക്ക്. കാരണം ആ ഒരു സമയത്താണ് എല്ലാത്തിനെയും കുറിച്ചിട്ട് എന്ത് വരുന്നത്, ഒരു പ്രധാന കാലഘട്ടം. പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ശരി, ആൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ശരി, ഒരു പ്രധാന കാലഘട്ടം എന്ന് പറയുന്നത് ഇതാണ്, കൗമാര കാലഘട്ടമാണ്. കൗമാരക്കാരിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളും ലൈംഗിക വളർച്ചയും അവരിൽ ജിജ്ഞാസയും ആശങ്കയും ഉണ്ടാക്കാം. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന അശാസ്ത്രീയ ധാരണകൾ ശരിയെന്ന് ധരിക്കുവാനും അതുവഴി അപകട സാധ്യതയുള്ള പെരുമാറ്റത്തിൽ ഏർപ്പെടാനും ഇടയുണ്ട്. തങ്ങളുടെ നേർക്കുണ്ടാകുന്ന നോട്ടവും സ്പർശവും പ്രലോഭനവും വിവേചന ബുദ്ധിയും ഉപയോഗിച്ച് ശരിയായതിനെ തിരിച്ചറിയുവാനും തെറ്റായവയ്ക്ക് നേരെ ശക്തമായിട്ട് നോ പറയാനും പ്രതികരിക്കുവാനുള്ള ആർജവും ശേഷിയും രൂപപ്പെടുത്തുവാനുള്ള ഘട്ടം കൂടിയാകണം കൗമാരം. ഏത് സന്ദർഭത്തിലായാലും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സ്വയം അതിരു കൽപ്പിക്കുകയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും അഭിമാനത്തെയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന പെരുമാറ്റമാണ് ഉണ്ടാകേണ്ടത്. വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന ഏത് വിജ്ഞാനവും പരീക്ഷിക്കുന്നതിന് മുമ്പ് കൃത്യമായ വിലയിരുത്തൽ ആവശ്യമാണ്. ഇതിന് സ്വയം കഴിയാത്ത സാഹചര്യത്തിൽ രക്ഷിതാക്കൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, സ്കൂൾ കൗൺസിലർ എന്നിവരുടെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളും ലൈംഗിക വളർച്ചയൊക്കെ ആശങ്കകൾ സൃഷ്ടിക്കാം. അതുപോലെ തന്നെ പല സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വേണ്ടാത്തിടത്ത് നമ്മൾ നോ എന്ന് പറയുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ആർജവശേഷി നമ്മൾ രൂപപ്പെടുത്തുവാനുള്ള ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്, കൗമാരമാണ്. ഇതിന് വേണ്ടിയിട്ട് ആരോഗ്യ സഹായിക്കുന്നുണ്ട് രക്ഷിതാക്കളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും സ്കൂൾ കൗൺസിലറുടെയൊക്കെ സഹായം നമുക്ക് തേടാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടമാണല്ലോ കൗമാരം അല്ലെങ്കിൽ അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സുപ്രധാന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയില്ലേ? എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത്.
ആൺകുട്ടികളിൽ ശുക്ലോത്പാദനവും പെൺകുട്ടികളിൽ ആർത്തവവും ആരംഭിക്കുന്നതോടെയാണ് പ്രത്യുൽപാദന ശേഷി കൈവരുന്നത്. നമുക്കറിയാമല്ലേ, ശബ്ദത്തിലാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം ആൺകുട്ടികളുടെയും പെൺകുട്ടി ആ ഒരു സമയത്താണ് അല്ലേ. അതുപോലെ തന്നെ പല ശാരീരിക മാറ്റങ്ങളും സംഭവിക്കുന്നത്, വളർച്ചകളും സംഭവിക്കുന്ന ഈ സമയത്താണ്, ഈ കൗമാരഘട്ടത്തിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആൺകുട്ടികളിൽ അതുപോലെ തന്നെ ശുക്ലോത്പാദനവും അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്ഷൻ ഓഫ് സെമനും അതുപോലെ തന്നെ പെൺകുട്ടികളിൽ ആർത്തവവും ആരംഭിക്കുന്നതോടെയാണ് പ്രത്യുൽപാദന ശേഷി കൈവരുന്നത്. ഈ സന്ദർഭത്തിൽ സവിശേഷമായ ചില മാറ്റങ്ങൾക്ക് ശരീരം വിധേയമാകുന്നുണ്ട്. പ്രായപൂർത്തി എത്തുന്നതോടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും വേഗത്തിലാകുന്നു. ശുക്ലോത്പാദനം ആരംഭിക്കും. ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതോടെ ലിംഗോധാരണം നടക്കും. ഈ ഘട്ടത്തിൽ ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ ശുക്ലവിസർജനം നടക്കാം. അപ്പോൾ എന്താണ്, ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കേട്ടോ പറയുന്നത്. പ്രായപൂർത്തിയാകുന്നതോടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും എന്ത് സംഭവിക്കും, വേഗത്തിലാകും. അപ്പോൾ എന്ത് സംഭവിക്കാം, ശുക്ലോത്പാദനം ആരംഭിക്കാം. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് രക്തപ്രവാഹം കൂടുന്നത് കാരണം ലിംഗോധാരണം നടക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ ശുക്ലവിസർജനം നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്തരം സ്വാഭാവിക ശാരീരിക മാറ്റങ്ങൾ വളർച്ചയുടെ അടയാളങ്ങളാണ്. ഓരോരുത്തരും പ്രായപൂർത്തിയാകുന്നത് വ്യത്യസ്തമായ ഗതിയിലും വേഗതയിലുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ ആവണമെന്നില്ല, വ്യത്യസ്ത സമയങ്ങളിലായിരിക്കാം അല്ലേ. പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമുഖമായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്, അണ്ടോത്സർജനമാണ് അല്ലേ, ഓവുലേഷനാണ്. ആർത്തവം എന്നിവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർത്തവത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. 1 തൊട്ടിട്ട് 28 ദിവസം വരെ ഉണ്ടാകുന്ന എന്ത് മാറ്റങ്ങളാണ്, അണ്ടോത്സർജനവും ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും കുറിച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. പ്രായപൂർത്തി കൈവരിക്കുന്ന കൗമാരഘട്ടത്തിൽ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ അണുബാധിത ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇത് തടയാനായിട്ട് ഈ ഭാഗങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പ് ലായനി ഉപയോഗിച്ച് കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ജസ്റ്റ് അവബോധം കുട്ടികൾക്ക് നൽകാണ്ട് ചെയ്യുന്നുണ്ട്. ഈർപ്പം ഫംഗസ് അണുബാധയ്ക്കിടയാകുമെന്നതിനാൽ ജനനേന്ദ്രിയ ഭാഗങ്ങൾ നന്നായി ഈർപ്പരഹിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. ദിവസവും അടിവസ്ത്രങ്ങൾ മാറ്റുന്നതും വായുസഞ്ചാരത്തിനിടയാക്കുന്ന ഉണങ്ങിയ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതും ജനനേന്ദ്രിയ ഭാഗം ഈർപ്പരഹിതമാകാനും ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും വളർച്ച കുറയുവാനായിട്ടും സഹായിക്കും. അപ്പോൾ നമുക്ക് ആർത്തവ ചക്രത്തിൽ ഗർഭാശയത്തിനുണ്ടാകുന്ന മാറ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഒരു ചെറിയൊരു ഇതിൽ നിന്നും എന്താണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് നോക്കിയേ. ഇവിടെ വരെ നൽകിയിട്ടുണ്ട് അല്ലേ. ഗർഭാശയത്തിന് ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആർത്തവ കാലത്തെ ശുചിത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഓരോ ആർത്തവ ചക്രത്തിലും ബീജസംയോഗത്തിന് സാധ്യതയുണ്ട്. ലൈംഗിക ബന്ധത്തിലൂടെ ബീജസംയോഗം നടക്കുകയും സിക്താണ്ഡം രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സിക്താണ്ഡത്തിൽ നിന്നാണ് ഒരു ഓവ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിക്താണ്ഡം എന്ന് വെച്ചാൽ എന്താണ്, സൈഗോട്ട് എന്നാണ് കേട്ടോ. സിക്താണ്ഡത്തിനെ പറയുന്നത് എന്താണ്, സൈഗോട്ട് എന്നാണ്. അതിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, ഓരോ കുട്ടി ഉണ്ടാകുന്നതും ഈ സിക്താണ്ഡത്തിൽ നിന്നാണ് കേട്ടോ, അതായത് സൈഗോട്ടിൽ നിന്നാണ്. അപ്പോൾ ഓരോ ആർത്തവ ചക്രത്തിലും ഇതിന് എന്താണ് പ്രത്യേക സ്ഥാനമാണുള്ളത്. തുടർന്ന് ഗർഭധാരണം മുതൽ പ്രസവം വരെ നിരവധി മാറ്റങ്ങൾ ശരീരത്തിന് വിധേയമാകുന്നുണ്ട്. ഇതിനെ തുടക്കമിടുന്നത് ബീജസംയോഗ പ്രക്രിയയാണ്. ചുവടെ നൽകിയിരിക്കുന്ന വിവരണ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്ത് ബീജസംയോഗത്തെക്കുറിച്ച് ധാരണ കൈവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബീജസംയോഗം എന്ന് വെച്ചാൽ. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷലിംഗം യോനി നാളത്തിലേക്ക് നിക്ഷേപിക്കുന്ന ശുക്ലത്തിൽ, അതായത് സെമനിൽ ഏകദേശം 400 ദശലക്ഷം പുംബീജങ്ങൾ ഉണ്ടായിരിക്കും. അവ യോനി നാളത്തിൽ നിന്നും സെർവിക്സിലൂടെ ഗർഭാശയത്തിലേക്ക് എത്തുന്നു. പുംബീജങ്ങൾ അവയുടെ വാലിൻ്റെ സഹായത്താൽ 1 മിനിറ്റിൽ ഏകദേശം 1.5 മില്ലിമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവയിൽ 100ഓളം പുംബീജങ്ങളെ അണ്ടവാഹികളിലേക്ക് പ്രവേശിക്കും, മറ്റുള്ളവ ശിഥിലീകരിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷന്മാരിൽ നിന്നും എന്ത് ലഭിക്കും, യോനി നാളത്തിലേക്ക് ശുക്ലത ലഭിക്കില്ല. ഈ ശുക്ലം എന്ന് പറയുന്നത് യോനി നാളത്തിലേക്ക് പോയതിനു ശേഷം സെർവിക്സിലൂടെയാണ് എവിടേക്ക് എത്തുന്നത്, ഗർഭാശയത്തിലേക്ക് എത്തുന്നത്. അതിന് ഈ പുംബീജങ്ങൾ, അതായത് സെമനൊക്കെ പറയുന്നത് ചലിക്കുവാനായിട്ട് സാധിക്കില്ല. ചലനശേഷിയുള്ള ഒരു പ്രത്യുൽപാദന അവയവം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സെമനാണ്. അപ്പോൾ 1.5 മില്ലിമീറ്റർ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലതൊക്കെ എന്ത് സംഭവിക്കും, നന്നായിട്ട് പോകും, ചിലതൊക്കെ അത് നശിക്കപ്പെടും. ചിലതൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും, നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും, ചിലതൊക്കെ നശിക്കപ്പെടുകയും ചെയ്യുന്നു. അണ്ടവാഹിയിൽ വെച്ച്
ഒരു പുംബീജം അണ്ഡവുമായി സംയോജിച്ച് സിക്താണ രൂപപ്പെടുന്നു. നമുക്കറിയാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എന്നാൽ കുറച്ചൊക്കെ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് സംഭവിക്കും, അണ്ഡവുമായിട്ട് സംയോജിക്കും. എന്നിട്ട് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് രൂപപ്പെടും. ആർത്തവ ചക്രത്തിൻ്റെ 10-17 ദിവസങ്ങളിലാണ് ബീജസംയോഗത്തിന് കൂടുതൽ സാധ്യതയുള്ളത്. 10 മുതൽ 17 ദിവസങ്ങളിലാണ് ഇതിന് കൂടുതലായിട്ട് സാധ്യതയുള്ളത്. അണ്ഡോത്സർജനം അല്ലെങ്കിൽ ഓവുലേഷൻ നടന്ന ശേഷം ഒരു അണ്ഡത്തിന് 72 മണിക്കൂർ നേരത്തേക്ക് നിലനിൽക്കുവാനാകും. അപ്പോൾ ഒരു അണ്ഡത്തിന് എത്ര നേരമാണ് നിലനിൽക്കുന്നത്? 72 മണിക്കൂറാണ്. പുംബീജങ്ങൾ സ്ത്രീ ശരീരത്തിൽ 48 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ 36 മണിക്കൂർ മാത്രമാണ് അണ്ഡവുമായി സംയോജിക്കാൻ ശേഷിയുണ്ടാവുക. അതായത് 72 മണിക്കൂറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ഡത്തിന് നിലനിൽക്കുവാനായിട്ട് പറ്റുക. പുംബീജമാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ നിൽക്കും? 48 മണിക്കൂർ മാത്രമേ സ്ത്രീ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ. ബാക്കി 36 മണിക്കൂർ എന്ന് പറയുന്നതാണ് അണ്ഡവുമായിട്ട് സംയോജിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി സിക്താണ്ഡത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തന്നെ 7 ദിവസമാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. ഓരോ സ്ത്രീകൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇതിൽ 14 മുതൽ നമ്മൾ എത്ര ദിവസങ്ങളാണ് പറഞ്ഞത്? ഏറ്റവും കൂടുതലായിട്ട് 10 മുതൽ 17 ദിവസങ്ങളിലാണ് ബീജസംയോഗത്തിന് ചാൻസ് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, അവിടെ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് സിക്താണ്ഡത്തിൻ്റെ വളർച്ച. നമുക്കറിയാം സിക്താണ്ഡത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. പുംബീജ് നൽകിയിട്ടുണ്ട് അല്ലേ, പുംബീജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ഡം നൽകിയിട്ടുണ്ട്. അത് സിക്താണ്ഡമായിട്ട് രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ സിക്താണ്ഡമായി പോയിട്ട് എവിടേക്കായിട്ടാണ് എത്തുന്നത്? മോറില എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. മോറില എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നുണ്ട്. ആദ്യം തന്നെ ഒരു അണ്ഡം ഉണ്ടെന്ന് പറഞ്ഞു. ഈ അണ്ഡം എന്ന് പറയുന്നത് പുംബീജവുമായിട്ട് സംയോജിച്ചു. അങ്ങനെ സിക്താണ്ഡം രൂപപ്പെട്ടു. അങ്ങനെ സിക്താണ്ഡത്തിൽ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? മോറില എന്ന് പറയുന്ന ഒരു കോശമായിട്ട് മാറാനല്ലേ ചെയ്യുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ എൻഡോമെട്രിയത്തിലൂടെ ഇത് പോയിട്ട് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റോസിസ് എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പിക്ചർ ഒന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ എന്താണ് ഭ്രൂണ വളർച്ച? എങ്ങനെയാണ് ഭ്രൂണ വളർച്ച ഉണ്ടാകുന്നത്? എങ്ങനെയാണ് എംബ്രിയോ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ബീജസംയോഗത്തെ തുടർന്ന് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് കോശ വിഭജനത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ ബീജസംയോഗത്തെ തുടർന്ന് സൈഗോട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സിക്താണ്ഡത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കോശ വിഭജനം സംഭവിക്കുന്നുണ്ട്. 3-4 ദിവസത്തിനുള്ളിൽ മോറില, അതായത് 16-32 കോശങ്ങളാണ് അതിലുണ്ടായിരിക്കുക. എന്നറിയപ്പെടുന്ന കോശങ്ങളുടെ ഒരു കൂട്ടം രൂപപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നോക്കിയേ പിക്ചറിൽ നമ്മൾ കണ്ടു സിക്താണ്ഡം രൂപപ്പെട്ടു എന്ന് വേണം. അങ്ങനെ സിക്താണ്ഡം അങ്ങനെ 3-4 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മോറിലായിട്ട് മാറുന്നുണ്ട്. മോറിലയിൽ കുറേ കോശങ്ങൾ, എത്ര കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത്? 16 മുതൽ 32 കോശങ്ങളാണ് ഈ മോറിലയിൽ ഉണ്ടായിരിക്കുക. അതായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? 5 മുതൽ 6 വരെ ദിവസമാകുമ്പോൾ മോറില ദ്രവം നിറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് വികസിക്കുന്നു. മോറില ദ്രവം നിറഞ്ഞ ഒരു ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ്? 5 അല്ലെങ്കിൽ 6 അല്ലേ, 2 ദിവസത്തിന് ശേഷം ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്നുണ്ട്. അതൊരു ദ്രവം, അതായത് മോറില എന്ന് പറയുന്നത് ഒരു ദ്രവമായിട്ട് മാറി ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ബ്ലാസ്റ്റോസിസ്റ്റായിട്ടും വികസിക്കുന്നുണ്ട്. ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലെ ആന്തരപാളിയായ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചു? മോറിലുണ്ടായില്ലേ. മോറില എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? ഉള്ളിലെ ഭാഗമാണ് അല്ലേ. ഗർഭാശയ ഭിത്തിയിലെ ആന്തരപാളിയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അങ്ങനെ ഈ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ പറ്റിപ്പിടിച്ചിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രക്രിയയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആ പ്രക്രിയ എന്താ പറയുക? ഇംപ്ലാന്റേഷൻ. പറ്റിപ്പിടിച്ച് വളരുന്നതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇതോടെയാണ് ഗർഭധാരണം ആരംഭിക്കുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് ഭ്രൂണമായി മാറുകയും തുടർന്ന് വളർച്ചയിലൂടെയും വൈവിധ്യവൽക്കരണത്തിലൂടെയും ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ഫീറ്റസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്തായിട്ട് മാറാണ്? നമ്മൾ പറഞ്ഞു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഭ്രൂണമായിട്ട് മാറാണ്ടോ, ഭ്രൂണമായി മാറും. അതിനുശേഷമാണ് കൂടുതലായിട്ടും ഈ വളർച്ചയും വൈവിധ്യവൽക്കരണമൊക്കെ നടക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് അങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവായിട്ട് പല പ്രക്രിയ നമുക്കറിയാം അല്ലേ. പല പ്രക്രിയകളിലൂടെ എന്ത് സംഭവിക്കുന്നു? ഗർഭസ്ഥ ശിശുവായിട്ട് മാറാണ് ചെയ്യുന്നത്.
ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. എന്താണ് ഭ്രൂണ വളർച്ച? ഭ്രൂണ വളർച്ച എന്ന് വെച്ചാൽ ബീജസംയോഗത്തെ തുടർന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു സിക്താണ് രൂപപ്പെടുന്നത്. നമുക്കറിയാം രണ്ട് പുംബീജുണ്ട്, അത് തമ്മിൽ സംയോജിക്കുകയാണ്, ബീജസംയോഗം നടത്താണ്. ഈ ബീജസംയോഗം നടത്തുമ്പോൾ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? സൈഗോട്ട് രൂപപ്പെടുക അല്ലേ ചെയ്യുന്നത്? അങ്ങനെ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം രൂപപ്പെടുന്നു. അങ്ങനെ ഈ സിക്താണ്ഡം രൂപപ്പെട്ടതിന് ശേഷം 3-4 ദിവസത്തിന് ശേഷം അതെന്തായിട്ട് മാറും നോക്കി? 2 കോശമായി മാറി, 4 കോശമായി മാറി, അങ്ങനെ എത്ര കോശങ്ങൾ വരെ? 16 മുതൽ 32 കോശങ്ങൾ വരെയുള്ള മോറില എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് എത്താണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ മോറില എന്ന് പറയുന്നത് ഒരു ദ്രാവകമായി കൂടി ചേർന്നിട്ടാണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് രൂപപ്പെടുന്നത്. അതിനുശേഷം ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയം എന്ന് പറയുന്ന ഗർഭാശയത്തിലെ ആന്തരപാളിയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അങ്ങനെ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരാണ് ചെയ്യുന്നത്. അതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കും? ഭ്രൂണമായിട്ട് മാറില്ലേ? അതെന്ന് പറയുന്നത് എന്തായി മാറും? ഭ്രൂണമായിട്ട് മാറും. അങ്ങനെ ഭ്രൂണം ഗർഭസ്ഥ ശിശുവായിട്ട് മാറാണ്. അങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഗർഭസ്ഥ ശിശുവിനെ പോഷകങ്ങൾ ലഭിക്കുന്നതും ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതും എങ്ങനെയായിരിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലേ? എന്നെങ്ങനെയായിരിക്കാം നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ പ്ലാസൻ്റ. നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? പ്ലാസൻ്റയുടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. പ്ലാസൻ്റയും അമ്നിയോൺ, പൊക്കിൾക്കൊടി, അമ്നിയോട്ടിക് ദ്രവമൊക്കെയാണ് ഇതിൽ കാണപ്പെടുന്നത്. ഇതിൽ നോക്കിയേ, പ്ലാസൻ്റ എന്ന് പറയുന്നത് എന്താണ് പ്ലാസൻ്റ? ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റിപ്പിടിച്ച ശേഷം രൂപപ്പെടുന്ന താൽക്കാലിക സംവിധാനമാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഭ്രൂണമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ ആണല്ലോ. അങ്ങനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റി പിടിച്ചിട്ട് ഒരു പ്രൊട്ടക്ഷനാണ് സംഭവിക്കുക അല്ലേ? പറ്റി പിടിച്ച ശേഷം ഒരു താൽക്കാലികമായിട്ട് രൂപപ്പെടുന്ന ഒരു സംവിധാനത്തെയാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഈ പ്ലാസൻ്റ രൂപപ്പെടുന്നത് ഈ ഭ്രൂണകലകളും ഗർഭാശയ കലകളും കൂടിയിട്ടാണ്. ഓക്കെ, പ്ലാസൻ്റ ക്ലിയർ ആയല്ലോ. നമ്മൾ പറഞ്ഞു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റി പിടിച്ചിട്ടാണ് വളരുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു. ആ ഒരു ഭാഗത്ത് താൽക്കാലികമായിട്ടൊരു സംവിധാനം ഉണ്ടാകുകയാണ്, അതിനെയാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവാം? ഭ്രൂണകലകളും ഗർഭാശയ കലകളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പൊക്കിൾക്കൊടി എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം അല്ലേ? അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പൊക്കിൾക്കൊടി എന്ന് പറയുന്നത് പ്ലാസൻ്റയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, പ്ലാസൻ്റ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഒരു ഭിത്തിയാണ്. അവിടെ നിന്നാണ് എന്ത് രൂപപ്പെടുന്നത്? പ്ലാസൻ്റയിൽ നിന്നാണ് പൊക്കിൾക്കൊടി രൂപപ്പെടുന്നത്. ഇതുവഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ ശിശുവിന് ഫുഡ് എത്തുന്നത്? അവർക്ക് എങ്ങനെയാണ് പോഷകങ്ങൾ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ? പൊക്കിൾക്കൊടി വഴിയാണ് അല്ലേ? പൊക്കിൾക്കൊടി വഴിയാണ് ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ചെയ്യുന്നത് എന്ത് വഴിയാണ്? പൊക്കിൾക്കൊടി വഴിയാണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് അമ്നിയോട്ടിക് ദ്രവം എന്ന് പറയുന്നത്? എന്താണ്? അമ്നിയോൺ എന്ന ആവരണത്തിനുള്ളിലാണ് ഈ അമ്നിയോട്ടിക് ദ്രവം കാണപ്പെടുന്നത്. അതായത് അമ്നിയോൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കി ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ നീല കളർ, ഈ ഒരു കളറില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതാണ് പറയുന്നത് അമ്നിയോൺ എന്ന് പറയുന്നത്. ഈ അമ്നിയോൺ എന്ന് പറയുന്നത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങൾ രൂപപ്പെടുന്ന ആവരണമാണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഫസ്റ്റ് ഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ രൂപപ്പെടുന്ന ഒരു ആവരണത്തിനെയാണെന്ന് പറയുന്നത് അമ്നിയോൺ എന്ന് പറയുന്നത്. ഈ അമ്നിയോണിൻ്റെ ഉള്ളിലാണ് അമ്നിയോട്ടിക് ദ്രവം കാണപ്പെടുന്നത്. അമ്നിയോൺ എന്ന ആവരണത്തിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? അമ്നിയോട്ടിക് ദ്രവം കാണപ്പെടുന്നത്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുന്നതിനും ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമാണ് അമ്നിയോട്ടിക് ദ്രവം സഹായിക്കുന്നതിനാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുന്നതിന്, അതുപോലെ തന്നെ എന്താണ്? ബാഹ്യശതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും അമ്നിയോട്ടിക് ദ്രവമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബാഹ്യശതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് അമ്നിയോട്ടിക് ദ്രവമാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞൊക്കെ ഒന്നുകൂടി നോക്കാം. എന്താണ് പ്ലാസൻ്റ എന്ന് പറഞ്ഞു? നമ്മൾ ആദ്യം തന്നെ എന്താ പറഞ്ഞത്? ഒരു ഭ്രൂണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതായത് നമ്മൾ സൈഗോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. സൈഗോട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? എന്തായിട്ട് മാറുന്നു?
നമ്മൾ പിക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ആയിട്ടില്ലേ, മോറിലായിട്ട് മാറുന്നു. അങ്ങനെ മോറുല എന്ന് പറയുന്നത് മോറുലയായിട്ടാണ് മാറുന്നത്. അതിനുശേഷം എന്തായിട്ട് മാറുന്നു? ബ്ലാസ്റ്റോസിസ്റ്റ്. എന്താണെന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഇതിനുള്ളിൽ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എൻഡോമെട്രിയം എന്നൊരു ആവരണം ഉണ്ടെന്ന് പറഞ്ഞു. ഈ എൻഡോമെട്രിയത്തിന്മേൽ എന്താണ്? പറ്റി പിടിച്ചിരിക്കുക, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയത്തിലേക്ക് പറ്റി പിടിക്കുന്നു പറഞ്ഞു. അങ്ങനെ പറ്റി പിടിച്ച ശേഷം രൂപപ്പെടുന്ന താൽക്കാലിക സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസന്ന എന്ന് പറയുന്നത്. ഇങ്ങനെ രൂപം കൊള്ളുന്നത് എന്ത് വഴിയൊക്കെയാണ്? ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പൊക്കിൾ കൊടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പൊക്കിൾ കൊടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഗർഭസ്ഥ ശിശുവിനെയും അതുപോലെ തന്നെ അമ്മയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പൊക്കിൾ കൊടി എന്ന് പറയുന്നത്. പ്ലാസെൻ്റയിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. ഇതുവഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് അമ്നിയോൺ എന്ന് വെച്ചാൽ? ഒരു ആവരണക്കലയാണല്ലേ. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന ആവരണത്തെയാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. ഈ അമ്നിയോണിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അമ്നിയോട്ടിക് ദ്രവമുണ്ട്. അമ്നിയോൺ എന്ന ആവരണത്തിനുള്ളിലാണ് അമ്നിയോട്ടിക് ദ്രവം കാണപ്പെടുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബാഹ്യശബ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണ്? അമ്നിയോട്ടിക് ദ്രവമാണ്. ഇത്ര വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എവിടെ വരെ നമ്മൾ പറഞ്ഞു? ഇത് ഒരു പ്ലാസെൻ്റയെ കുറിച്ചിട്ടും അതിനുള്ളിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് കിടക്കുന്നതെന്നും അതെന്തിനാണ് സഹായിക്കുന്നതെന്നും. ഓക്കെ, അങ്ങനെ ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ ഗർഭകാലഘട്ടം എന്ന് പറയും. മനുഷ്യനിൽ എത്രയാണ് ഗർഭകാലഘട്ടം അല്ലെങ്കിൽ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്? എത്രയാണ്? 270 മുതൽ 280 ദിവസം വരെയാണ്. 270 മുതൽ 280 ദിവസം വരെയാണ്. അപ്പോൾ ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. മനുഷ്യരിൽ ഇത് 270 മുതൽ 280 ദിവസം വരെയാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച ഓരോ മാസത്തെയും പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 3 മാസം വരെ ഇതിനെ ഒന്നാം ത്രൈമാസം എന്നാണ് പറയുന്നത്. 1 മുതൽ 3 മാസം വരെയുള്ള ഘട്ടത്തെ പറയുന്നത്. ഇവിടെ നമുക്ക് പിക്ചറിൽ നൽകിയിട്ടുണ്ട്. എന്താണ്? ഒരു കുഞ്ഞ് വലുതാകുന്ന ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ 3 മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് ആദ്യത്തെ 3 മാസത്തിലാണ്. അതുപോലെ തന്നെ കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നു. ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് രൂപപ്പെട്ടത്? ഫസ്റ്റ് തന്നെ കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നു. ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നത് ഒന്നാം ത്രൈമാസം, അതായത് ആദ്യത്തെ 3 മാസങ്ങളിലാണ് ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നതും കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നു. ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാം ത്രൈമാസത്തിൽ നിന്നാണ് 4 മുതൽ 6 മാസം വരെയാണ് രണ്ടാം ത്രൈമാസം എന്ന് പറയുന്നത്. അവിടെ തലമുടിയുടെയും ശരീരരോമങ്ങളുടെയും വളർച്ച എന്ന് പറയുന്നത് രണ്ടാം ത്രൈമാസത്തിലാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം അല്ലേ, പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരു 5-6 മാസമായിട്ടായിരിക്കും ചലനം അറിയപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ കൺപോളകൾ തുറക്കുന്നു, കൺപീലികൾ രൂപപ്പെടുന്നു. കൺപോളകൾ തുറക്കുന്നതും ഏതാണ്? രണ്ടാം ത്രൈമാസം, അതായത് 6 മാസം വരെയുള്ള ഘട്ടത്തിലാണ്. കൺപീലികൾ രൂപപ്പെടുന്നതും ആ ഒരു സമയത്താണ്. അപ്പോൾ തലമുടിയുടെയും ശരീരരോമങ്ങളുടെയും വളർച്ച, ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം, കൺപോളകൾ തുറക്കുന്നു, കൺപീലികൾ രൂപപ്പെടുന്നതൊക്കെ രണ്ടാം ത്രൈമാസത്തിലാണ്. ഇനി മൂന്നാം ത്രൈമാസം എന്ന് വെച്ചാൽ എന്താണ്? 7 മുതൽ 9 മാസം വരെ, ലാസ്റ്റത്തെ 3 മാസങ്ങളാണ്. 7 മുതൽ 9 മാസം വരെയാണ് മൂന്നാം ത്രൈമാസം എന്നറിയപ്പെടുന്നത്. അപ്പോഴാണ് എന്ത് സംഭവിക്കുള്ളൂ? ശ്വാസകോശം പൂർണ്ണ വളർച്ചയെത്തുള്ളൂ. ലാസ്റ്റത്തെ 3 ഘട്ടത്തിലാണ്, 3 മാസങ്ങളിലാണ്. ശരീര വലിപ്പം കൂടുന്നു, ശരീരഭാരം വർദ്ധിക്കുന്നു. അതാണ് ലാസ്റ്റത്തെ 3 മാസം, ഇത് മൂന്നാം ത്രൈമാസം. 7 മുതൽ 9 മാസം വരെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഒന്നാം ത്രൈമാസം എന്ന് പറയുന്നു. ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നു, കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നു, ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നു.
രണ്ടാം ത്രൈമാസത്തിലോ 4 മുതൽ 6 മാസം വരെയാണ് തലമുടിയുടെയും ശരീരരോമങ്ങളുടെയും വളർച്ച. ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം. കൺപോളകൾ തുറക്കുന്നു, കൺപീലികൾ രൂപപ്പെടുന്നു. ഇനി 7 മുതൽ 9 മാസം വരെയോ 3-ാം ത്രൈമാസമാണ്. ശ്വാസകോശം പൂർണ്ണ വളർച്ചയെത്തുന്നു, ശരീരവലിപ്പം കൂടുന്നു, ശരീരഭാരം വർദ്ധിക്കുന്നു. ഇനി എന്താണ് HCG ഹോർമോൺ എന്നാണ് പറയുന്നത്. HCG ഹോർമോൺ എന്ന് വെച്ചാൽ പ്ലാസന്റയിലെ കോശങ്ങൾ ഹ്യൂമൻ കോറിയോണിക് ഗോണോട്രോപ്പിൻ. എന്താണ് HCGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്? എന്താണ്? ഹ്യൂമൻ കോറിയോണിക് ഗോണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചകളിൽ ശരീരത്തിൽ ഈ ഹോർമോണിൻ്റെ അളവ് അതിവേഗം ഉയരുന്നു. അപ്പോൾ ആദ്യത്തെ ആഴ്ചകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ HCG എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നത്. ഈ ഹോർമോൺ ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ നിലനിർത്തുകയും പ്രൊജസ്ട്രോണിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് സഹായിക്കുന്നത്? ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയെ നിലനിർത്തുവാനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുവാനാണ് സഹായിക്കുന്നത്. മൂത്രത്തിലോ രക്തത്തിലോ HCG സാന്നിധ്യമുണ്ടെങ്കിൽ ഗർഭധാരണം എന്ന് ഉറപ്പാക്കാം. അപ്പം എന്താണ് പറയുന്നത്? HCG എന്ന് പറയുന്ന അളവ് നോക്കിയിട്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. വീട്ടിൽ വെച്ച് പോലും ഗർഭനിർണയ കിറ്റുകളുടെ സഹായത്തോടെ ഈ പരിശോധന നടത്തുന്നതിനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് HCG എന്ന് പറഞ്ഞാൽ? HCG എന്ന് പറഞ്ഞാൽ പ്ലാസന്റയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് HCG എന്ന് പറയുന്നത്. ഹ്യൂമൻ കോറിയോണിക് ഗോണാഡോട്രോപ്പിൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചകളിലാണ് ഈ ഹോർമോൺ നന്നായിട്ട് ഉയരുന്നത്. അത് കാരണം തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് HCG ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ നമുക്ക് പ്രഗ്നൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണിത് ഗർഭാശയത്തിന് ആന്തരപാളി നിലനിർത്തുവാനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നതിനാണ് ഈ ഹോർമോൺ സഹായിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കായിട്ട് മാതാവിൻ്റെ ശരീരം നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്ക് കാരണം ഗർഭകാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനമാണ്. അപ്പോൾ ഹോർമോണുകളുടെ പ്രവർത്തനം കാരണം അമ്മയ്ക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലേ. കുറേ വളർച്ചകൾ ഓരോ ഭാഗങ്ങളായിട്ട് നിരവധി മാറ്റങ്ങൾക്ക് ശരീരം വിധേയമാകുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം അല്ലേ. ശരീരഭാരം വർദ്ധിക്കും, ഗർഭാശയ ഭിത്തിയുടെ കനം കൂടും, ആർത്തവം താൽക്കാലികമായിട്ട് നിലയ്ക്കുകയാണല്ലേ ചെയ്യുന്നത്. മെൻസസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ്? ഗർഭാശയ ഭിത്തിയുടെ കനം കൂടുന്നുണ്ട്, ശരീരഭാരം വർദ്ധിക്കുന്നുണ്ട്. ഇതോടൊപ്പം മാനസിക വ്യതിയാനങ്ങൾ, വൈകാരിക അസന്തുലിതാവസ്ഥ, ഉത്കണ്ഠ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം. ഈ മാറ്റങ്ങളിൽ ഭൂരിഭാഗവും പ്രസവാനന്തരം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നവയാണ്. അപ്പോൾ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? മാനസിക വ്യതിയാനങ്ങളും വൈകാരിക അസന്തുലിതാവസ്ഥ നമുക്ക് വരുന്ന മെൻ്റലി ആയിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും പല മാറ്റങ്ങളും സ്ത്രീകൾക്ക് സംഭവിക്കുന്നുണ്ടെന്നാണ് ഈ ടൈമിൽ പറയുന്നത് അല്ലേ. ഗർഭകാലം, പ്രസവം എന്നിവയോടനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു കൗൺസിലിംഗ് സേവനമുണ്ട്. അതിനാണ് അമ്മ മനസ്സെന്നൊക്കെ പറയുന്ന പേര് നൽകിയിട്ടുള്ളത്. ദിശയുടെ നമ്പർ എത്രയാണ്? 1056 ഇത് പഠിച്ചു വെക്കാണ്ട് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ദിശ 1056. ദിശയുടെ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് 1056. ഡയറക്റ്റ് എന്താണ് പറയുന്നത്? ഇൻ്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനും സംഘർഷം കുറയ്ക്കുന്നതിനായിട്ടാണ് ഈ ദിശ എന്ന് പറയുന്ന ഒരു ഇത് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1056. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഗർഭകാല പരിചരണം. ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് മനം പുരട്ടലും ഛർദി, ക്ഷീണം, ഗർഭകാല പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, മാനസിക സംഘർഷം എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഛർദി ഉണ്ടാവും, അതുപോലെ തന്നെ മനം പുരട്ടൽ, ക്ഷീണം, അതുപോലെ തന്നെ പ്രമേഹം, ഇൻസുലിനൊക്കെ കുത്തിവെക്കേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉയർന്നതല്ലേ, അതുപോലെ തന്നെ BP കൂടുതലും കുറവ്, മാനസിക സംഘർഷം എന്നിവയൊക്കെ നേരിടേണ്ടി വരും. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വൈകാരിക പിന്തുണ ഇവയെല്ലാം ലഘൂകരിക്കാൻ സഹായിക്കും. ഗർഭിണി സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നുണ്ടെന്നും പതിവായിട്ട് ഗർഭകാല പരിശോധനകളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആയ ലേഡീസിന് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നല്ലേ പറയുന്നത്. ഗർഭിണിയുടെ ശാരീരിക മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്? അവരുടെ ആരോഗ്യകരമായ ഭക്ഷണക്രമം അല്ലേ. ആരോഗ്യകരമായ ഭക്ഷണക്രമം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്.
പിന്നെന്തൊക്കെയാണ് സമീകൃത ആഹാരം കൊടുക്കണല്ലേ, അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ ഡോക്ടേഴ്സ് നൽകുന്നതാണല്ലേ. അതുപോലെ തന്നെ ആശാ വർക്കറും നമുക്ക് നൽകും അയൺ, അതുപോലെ തന്നെ കാൽസ്യത്തിന് ടാബ്ലറ്റ്സ് ഒക്കെ നൽകൂലേ. അതുപോലെ തന്നെ എന്താണ് കാൽസ്യം, വൈറ്റമിൻ ഡി, നാരുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ മധുരമൊക്കെ അങ്ങനത്തെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കണം. പിന്നെ മദ്യപാനം, പുകവലിയും മയക്കുമരുന്ന് ഉപയോഗമൊന്നും പാടില്ലാത്ത സമയത്ത് നന്നായിട്ട് വിശ്രമിക്കണം അല്ലേ, നന്നായി വിശ്രമിക്കണം. ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. അതുപോലെ തന്നെ വൈകാരിക പിന്തുണ, കൗൺസിലിംഗ് ഒക്കെ ലഭിക്കണം. പിന്നെ എന്താണ് പതിവ് ആരോഗ്യ പരിശോധനകളും വാക്സിനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സമയത്ത് ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് എ പ്രഗ്നൻസി എന്ന് പറയുന്നത്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ എന്താണ്, ആ പേര് പോലെ തന്നെയുണ്ട് അല്ലേ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP എന്ന് വെച്ചാൽ നിയമാനുസൃത ഗർഭഛിദ്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അബോഷനാണ് ഇവിടെ പറയുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഗർഭഛിദ്രത്തെ സൂചിപ്പിക്കുന്നതാണ്. ഗർഭകാലഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് ഗർഭസ്ഥ ശിശുവിനെ വൈദ്യശാസ്ത്ര രീതികളിലൂടെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണിത്. ആരോഗ്യ വിദഗ്ധരുടെയും മാർഗനിർദ്ദേശത്തിന് കീഴിൽ ഗർഭകാല സങ്കീർണതകൾ, പ്രായം, ഗർഭിണിയുടെ ആരോഗ്യനില എന്നീ ഘടകങ്ങളെ പരിഗണിച്ച് മരുന്നുകളോ ശാസ്ത്രീയ സംഗീതങ്ങളോ ഉപയോഗിച്ച് ഭ്രൂണത്തെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മരുന്ന് വരിക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയായിരിക്കണം ഈ ഭ്രൂണത്തെ ഒഴിവാക്കുന്നത്. സുരക്ഷിതവും നിയമപരവുമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഈ ഗർഭഛിദ്രം അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുവാനായിട്ട് പാടുള്ളൂ. സുരക്ഷിതമായിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം കൂടി ഇന്ന് നിലവിലുണ്ടല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അബോർഷൻ ചെയ്യാനായിട്ട് പറ്റൂലേ. അതിനെ നമ്മൾ പറയുന്നതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP എന്നാണ് കേട്ടോ പേര് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഗർഭിണികൾക്ക് അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവ അനിവാര്യമാണ്. ഇതിനായിട്ട് പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, ധാന്യങ്ങൾ, മത്സ്യം, മാംസം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും നിർബന്ധമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്കറികൾ, ധാന്യങ്ങൾ, മത്സ്യം, വൈറ്റമിൻ ഡി ലഭിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹനത്തിനും മലബന്ധം തടയുന്നതിനും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീനും മാതാവിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ലഭിക്കുന്ന വിഭവങ്ങൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നാരുകൾ എന്ന് പറയുന്നത് മലബന്ധം തടയുന്നതിനാണ് സഹായിക്കുന്നത്, ദഹനത്തിനൊക്കെ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ, അതുപോലെ തന്നെ മാതാവിന് വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പൊക്കെ ലഭിക്കുന്ന ഫുഡായിരിക്കണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലേ. ഉപ്പ്, മധുരം, കൊഴുപ്പ് എന്നിവ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ്. ഉപ്പും മധുരം, കൊഴുപ്പൊക്കെ എന്താണ് അവരുടെയൊക്കെ അമിത ഉപയോഗം ഒന്ന് കുറയ്ക്കേണ്ടതാണ്. കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിലല്ല, പോഷകഗുണമാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആഹാരവസ്തുക്കളും നിയന്ത്രിക്കേണ്ട ആഹാരവസ്തുക്കളൊക്കെ പറഞ്ഞാൽ ഉൾപ്പെടുത്തേണ്ട നമ്മൾ വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ പഴങ്ങളും, പച്ചക്കറികളും, ഇലക്കറികളൊക്കെ നമ്മൾ പറഞ്ഞു. പാലുൽപ്പന്നങ്ങൾ, മുട്ടയൊക്കെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിയന്ത്രിക്കേണ്ട ആഹാരവസ്തുക്കൾ എന്താണ്? ഉപ്പ്, മധുരം എന്നിവയൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ആഹാരവസ്തുക്കളാണ്. ഓക്കെ, ഇനി പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗർഭസ്ഥ പ്രഗ്നൻസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഗർഭധാരണം നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമ്മൾ പറയുന്നത് ഈ പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ്. മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പുകവലി എന്നിവ സ്ത്രീകളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ആർത്തവം, അണ്ടോൽപാദനത്തിലെ തകരാറ് എന്നിവയ്ക്ക് കാരണമാകുന്നു. പുരുഷന്മാരിൽ ഇത് പുംബീജത്തിൻ്റെ ഗുണനിലവാരവും ചലനശേഷിയും കുറയുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പ്രഗ്നൻസി പെട്ടെന്നൊന്നും ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും അതങ്ങനെ ആവാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അതായത് മദ്യപാനം, മയക്കുമരുന്നും പുകവലിയൊക്കെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? ക്രമരഹിതമായ ആർത്തവം, മെൻസ്ട്രേഷൻ കറക്റ്റ് നടക്കില്ല. അതുപോലെ തന്നെ അണ്ടോൽപാദനത്തിൽ തകരാറൊക്കെ സംഭവിക്കാം. പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ പുംബീജത്തിൻ്റെ ഗുണനിലവാരം, ചലനശേഷിയൊക്കെ കുറയുന്നതിന് കാരണമാകുന്നു. ഗർഭാവസ്ഥയിലുള്ള പുകവലി, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നിവ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ വൈകല്യങ്ങൾക്കും ഗർഭാശയേതര ഗർഭധാരണത്തിനും ഗർഭം അലസലിനും കാരണമാകുന്നു. അപ്പോൾ പ്രഗ്നൻസി ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിലും ഇതിന്
ബാധിക്കുന്നുണ്ട്? നമ്മളെ ഉണ്ണിയുടെ ശിശുവിൻ്റെ വളർച്ച വൈകല്യങ്ങൾക്കും അതുപോലെ തന്നെ ഗർഭധാരണത്തിനും അബോർഷനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. ചുരുക്കത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രത്യുൽപാദനക്ഷമതയെയും പ്രത്യുൽപാദനാരോഗ്യത്തെയും ബാധിക്കുന്നതിനാൽ ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി എന്നിവ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളാണ് നമ്മൾ ഇത്ര നേരം വരെ പറഞ്ഞിരുന്നില്ലേ? ഓക്കെ, ഗർഭകാലത്തുടനീളമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും തടയുന്നതിനും സഹായിക്കുന്ന പതിവ് പരിശോധനകൾക്കും വാക്സിനേഷനും ഗർഭകാല പരിചരണത്തിൽ മുഖ്യ പങ്കുണ്ട്. നമുക്കറിയാം അല്ലേ, പ്രഗ്നൻസി ടൈമിൽ വാക്സിനേഷൻ എടുക്കണം, അതുപോലെ തന്നെ വിസിറ്റിങ്ങിന് പോകണം അല്ലേ, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ പോകാറുണ്ട്, സ്കാനിങ് ചെയ്യാറുണ്ട്, നമുക്ക് ഉണ്ണിയുടെ വളർച്ച നോക്കുന്നതിനായിട്ടും അങ്ങനെ പല സാങ്കേതിക വിദ്യകൾ ഇന്ന് നിലവിലുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുണ്ടോ പറയുന്നത്? നെക്സ്റ്റ് എന്നാണ് പറയുന്നത്, ഏതൊക്കെ മാർഗങ്ങളാണെന്നാണ് പറയുന്നത്. ശാരീരിക പരിശോധനകൾ. ഗർഭിണിയുടെ രക്തസമ്മർദ്ദം, ഭാരം, ഉയരം, ശാരീരികാവസ്ഥ എന്നിവ പരിശോധിക്കുന്നു. ആദ്യ 3 ആഴ്ചയ്ക്ക് ശേഷം ഓരോ മാസവും 2 കിലോഗ്രാം എങ്കിലും ഗർഭിണിയുടെ ശരീരഭാരം വർദ്ധിക്കേണ്ടതുണ്ട് എന്നതിനാൽ ശരീരഭാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. അപ്പം എന്താണ്, വെയിറ്റും ഭാരവും ഉയരമൊക്കെ നന്നായിട്ട് നോക്കും. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും എത്രയാണ്, 3 ആഴ്ചയ്ക്ക് ശേഷം, ഇത് ഒരു മാസത്തിനിടയിലൊക്കെ എന്ത് വരണം, വെയിറ്റ് 2 കിലോഗ്രാം എങ്കിലും കൂടണം. അത് കാരണം വെയിറ്റ് എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ, നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇനി രക്തമൂത്ര പരിശോധനകൾ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ, ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്നിവയുടെ അളവും രക്തഗ്രൂപ്പും പരിശോധിക്കുന്നു. മൂത്രനാളിയിലെ അണുബാധ, HIV അണുബാധ, അനീമിയ, ഗർഭകാല പ്രമേഹം, മലേറിയ എന്നിവയ്ക്കുള്ള പരിശോധന നടത്തുന്നു. 7 മാസം കഴിഞ്ഞാൽ യൂറിൻ ആൽബുമിൻ ടെസ്റ്റിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദം എന്താണ്, പ്രീ എക്ലാംസിയ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതായത് രക്തമൂത്ര പരിശോധനകൾ നടത്തുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനും ഗ്ലൂക്കോസ്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ഒക്കെ അളവ് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രക്തഗ്രൂപ്പ് നോക്കുന്നതിന് പറ്റും അല്ലേ. അതുപോലെ തന്നെ മൂത്രനാളിയിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടോ, HIV അണുബാധ ഉണ്ടോ, അനീമിയ ഉണ്ടോ, ഗർഭകാല പ്രമേഹം, മലേറിയ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ, നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടോ എന്നും 7-ാം മാസം ചെക്ക് ചെയ്യാറുണ്ട്. ഇനി അൾട്രാസൗണ്ട് സ്കാനുകൾ. പ്ലാസന്റയുടെ സ്ഥാനം, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, ജനിതക വൈകല്യങ്ങൾ, ഒന്നിൽ കൂടുതൽ ഭ്രൂണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോയെന്ന് വിലയിരുത്തുന്നുണ്ട്. സാധാരണ 8 മുതൽ 14 ആഴ്ചയ്ക്കകമാണ് സ്കാനിങ് നടത്തുന്നത് അല്ലേ, ഉണ്ണിയുടെ, അതായത് നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഉണ്ണിയുടെ ശിശുവിൻ്റെ പ്ലാസന്റയുടെ സ്ഥാനം നോക്കും. അതുപോലെ തന്നെ ശിശുവിൻ്റെ വളർച്ച, ജനിതക വൈകല്യങ്ങൾ, എന്തെങ്കിലും ഭ്രൂണത്തിൻ്റെ സന്നം ഒന്നിൽ കൂടുതലുണ്ടോയെന്നൊക്കെ എന്ന് ചെയ്യാറുണ്ട്, അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നോക്കാറുണ്ട് അല്ലേ. 8 മുതൽ 14 ആഴ്ച വരെയാണ് ഒരു ഇത് നോക്കുക അല്ലേ, 2-3 മാസത്തിലൊക്കെയാണ് ഈ ഒരു ചെക്കപ്പ് ഉണ്ടായിരിക്കാം. ഇനി വാക്സിനേഷനുകൾ. അണുബാധകളിൽ നിന്ന് അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കുന്ന ചില വാക്സിനുകൾ നൽകുന്നുണ്ട് അല്ലേ. TT, റൂബല്ല വാക്സിൻ എന്നൊക്കെ പറയുന്നത് അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കുന്നതിനായിട്ട് ചില വാക്സിൻസും നൽകുന്നുണ്ട്. ഇനി ജനിതക തകരാറുകൾ തിരിച്ചറിയുവാൻ, എന്തെങ്കിലും ജനിതക തകരാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു ടെസ്റ്റ് നടത്താറുണ്ട് അല്ലേ. അപ്പോൾ ആ ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഗർഭകാലത്തിൻ്റെ 11-13 ആഴ്ചകളിൽ നടത്തുന്ന പ്രത്യേക സ്കാനിങ്ങും രക്തപരിശോധനയും ഗർഭസ്ഥ ശിശുവിന് ജനിതക വൈകല്യം സാധ്യതയുണ്ടോ എന്ന് നോക്കും. ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യ സാധ്യതയാണ് ഇതിലൂടെ മുഖ്യമായിട്ടും പരിശോധിക്കുന്നത്. രോഗസാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, അമിയോസിൻറ്റസിസ് എന്ന പരിശോധനകൾ നടത്തും. അപ്പോൾ എന്താണ് പറഞ്ഞത്, 11-13 ആഴ്ചകളിൽ ഒരു ഡൗൺ സിൻഡ്രോം എന്നൊക്കെ ഉണ്ടോയെന്ന് അറിയുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേക ചെക്കപ്പ് നടത്താറുണ്ട്. 11-13 ആഴ്ചകളിലാണ് ഈ ചെക്കപ്പ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടിയും വലിയൊരു സ്കാനിങ് നടത്തും. അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും അല്ലേ. കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് അല്ലെങ്കിൽ അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്ന പരിശോധനകളാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ. ഗർഭകാലത്തിൻ്റെ 10-12 ആഴ്ചകൾക്കുള്ളിൽ പ്ലാസന്റയിലെ വില്ലസുകളിൽ നിന്നും സാമ്പിൾ കോശങ്ങളെടുത്ത് ക്രോമസോം തകരാറുകൾ തിരിച്ചറിയുന്ന പരിശോധനയാണ് ഈ കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് 10-12 ആഴ്ചകൾക്കുള്ളിലെ പ്ലാസന്റയിലെ വില്ലസുകളിൽ നിന്നാണ് ഈ കോശങ്ങൾ ശേഖരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് ആംനിയോസെൻറ്റസിസ് എന്ന് വെച്ചാൽ എന്താണ്, ഗർഭസ്ഥ ശിശുവിന് ചുറ്റുമുള്ള അമ്നിയോട്ടിക് ദ്രവത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങൾ കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞൊരു അമ്നിയോൺ എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്, അതിനുള്ളിൽ അമ്നിയോട്ടിക് ദ്രവമുണ്ട്, അവിടെയാണ് കുഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങൾ അവിടെ കാണപ്പെടുന്നുണ്ടായിരിക്കാം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ ദ്രവത്തിലെ കോശങ്ങളുടെ പരിശോധനയിലൂടെ കുഞ്ഞിൻ്റെ ജനിതക തകരാറുകളും നാഡീവൈകല്യങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിക്കാറുണ്ട്. ഈ അമ്നിയോട്ടിക് ദ്രവം ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയാനായിട്ട്
ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയുന്നതിനെയാണ് അമിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്. ഇനി കോറിയോണിക് വില്ലസ് സാമ്പിൾ എന്ന് വെച്ചതാണ് വില്ലസ് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, വില്ലസിൽ നിന്നാണ് സാമ്പിൾ കോശങ്ങൾ എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഗർഭകാല കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഗർഭിണികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരുടെ സേവനം സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. ഗർഭകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുവാൻ സർക്കാരിൻ്റെ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഗർഭകാലത്തെ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ഗാർഹിക അന്തരീക്ഷം, കുടുംബാസൂത്രണം, മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ കാര്യമായ മാർഗനിർദ്ദേശം ലഭിക്കുവാൻ ഗർഭകാല കൗൺസിലിംഗ് സഹായിക്കുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫീൽഡ് ജീവനക്കാർ, JPHN, ആശാ വർക്കർ, MLSP, പബ്ലിക് ഹെൽത്ത് നഴ്സ്, അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ സേവനം ഗർഭകാല ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗർഭകാല സമയത്ത് കൗൺസിലിംഗ് ഉണ്ടാവും അല്ലേ, നമുക്ക് ആശാ വർക്കറുടെയും അതുപോലെ തന്നെ അവിടുത്തെ മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെയും പബ്ലിക് ഹെൽത്ത് നഴ്സ്, അംഗൻവാടി ജീവനക്കാരുടെയൊക്കെ സഹായം ഇതിന് വേണ്ടിയിട്ട് തേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3 ഘട്ടങ്ങൾ പറഞ്ഞു അല്ലേ, നമ്മൾ പറഞ്ഞു ഗർഭധാരണത്തെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഭ്രൂണം രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു, പ്രഗ്നൻസിയുടെ ടൈം പറഞ്ഞു. ഈ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രസവത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. പാർച്ചുരീഷൻ എന്നാണ് അതിനെ പറയുന്നത്, പ്രസവത്തിൻ്റെ കേട്ടോ. ഗർഭാവസ്ഥയുടെ അവസാനവും ഗർഭാശയത്തിന് പുറത്ത് ഒരു പുതിയ ജീവൻ്റെ തുടക്കവും അടയാളപ്പെടുത്തുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയയാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഉണ്ണി പുറത്തേക്ക് വരുന്ന ഒരു സമയമാണല്ലേ, അതാണ് പറയുന്നത് ഗർഭാവസ്ഥയുടെ അവസാനം ആണ്. അതുപോലെ തന്നെ ഗർഭാശയത്തിന് പുറത്ത് ഒരു പുതിയ ജീവൻ്റെ തുടക്കം കൂടി അടയാളപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് പ്രസവത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പം നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്, നമുക്കതിൽ അവിടെ യോനി ഭാഗം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് സെർവിക്സും നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് നോക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഗർഭാശയ ഭിത്തിക്ക് ഉണ്ടാകുന്ന ശക്തമായ സങ്കോചങ്ങളിലൂടെ ഗർഭസ്ഥ ശിശുവിനെ യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് സാധാരണ പ്രസവം എന്ന് പറയുന്നത്. ഗർഭാശയ ഭിത്തിക്ക് ഉണ്ടാകുന്ന ശക്തമായ സങ്കോചം അല്ലേ, നമുക്കറിയാം കോൺട്രാക്ഷൻസ് ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ സങ്കോചങ്ങളിലൂടെ ഗർഭസ്ഥ ശിശുവിനെ യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയ തന്നെയാണ് സാധാരണ പ്രസവം എന്ന് പറയുന്നത്, നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ തല യോനി മുഖത്തേക്ക് വരത്തക്ക വിധം സ്ഥിതി ചെയ്യുമ്പോൾ, അതായത് ആ ഒരു അടിഭാഗത്തായിട്ടായിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഉണ്ണിയുടെ തല എന്ന് പറയുന്നത് ഉണ്ടായിരിക്കേണ്ടത്. ഗർഭപാത്രം സങ്കോചിക്കുകയും സെർവിക്സ് വികസിച്ച് കുഞ്ഞ് പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സെർവിക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ പിക്ചറിൽ നൽകിയിട്ടുണ്ട് അല്ലേ. ഇതാണ് സെർവിക്സ് എന്ന് പറയുന്നത്, ഈ ഒരു പോർഷനാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അതിങ്ങനെ വികസിക്കും, ഈ 2 ഭാഗത്തേക്കായിട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഉണ്ണിയുടെ തല എന്ന് പറയുന്നത് താഴേക്ക് വരുന്നത് അല്ലേ. അതിനെയാണ് എന്ന് പറയുന്നത് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സാധാരണ പ്രസവം എന്ന് പറയുന്നത്. സാധാരണ പ്രസവം സാധ്യമാകാതെ വരുന്ന സന്ദർഭങ്ങളിലോ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിലോ ശസ്ത്രക്രിയയിലൂടെ ഈ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിനെയാണ് സിസേറിയൻ അല്ലെങ്കിൽ C-സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു സമയത്ത് നമുക്ക് നോർമൽ ഡെലിവറി നടക്കുന്നത് അല്ലെങ്കിൽ ഉണ്ണിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സിസേറിയൻ അല്ലെങ്കിൽ C-സെക്ഷൻ എന്ന് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ വയറിൻ്റെ ഭാഗം കീറി മുറിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്, ഈ C-സെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, സെർവിക്സ് വികസിച്ചതിന് ശേഷം മാത്രമാണ് ഉണ്ണിയുടെ തല താഴേക്ക് വന്നാൽ മാത്രമാണ് യോനിയിലൂടെ ഉണ്ണിയുടെ തല പുറത്തുള്ളൂ അല്ലേ, അങ്ങനെയാണ് ഉണ്ണി വരുള്ളൂ. അതാണ് നോക്കി സെർവിക്സ് വികസിച്ചിട്ട് ഉണ്ണി വരുന്ന ഒരു പോർഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി അങ്ങനെ അതെല്ലാം എന്നുണ്ടെങ്കിലാണ് നോർമൽ ഡെലിവറി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് സിസേറിയൻ അല്ലെങ്കിൽ C-സെക്ഷൻ ചെയ്തത്. ഇനി നമുക്ക് മാതൃത്വത്തെക്കുറിച്ച് പറയാം. മദർഹുഡ്, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും വികാസവും നടക്കുന്ന സവിശേഷ അവയവമാണ് ഈ ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പഠിച്ചു അല്ലേ, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച നടക്കുന്നു, അതുപോലെ തന്നെ വികാസം നടക്കുന്ന ഒരു അവയവമാണ് എന്തെന്ന് പറയുന്നത്, ഗർഭാശയം എന്ന് പറയുന്നത്. 2 ലിറ്ററോളം അമ്നിയോട്ടിക് ദ്രവവും അതിനുള്ളിൽ വളരുന്ന കുഞ്ഞും പ്ലാസൻ്റയും ഒക്കെ ചേർന്ന 10-12 കിലോഗ്രാം ഭാരം അധികമായി ഉൾക്കൊള്ളാനുള്ള കരുത്തും ഗർഭാശയത്തിനുണ്ട്. അപ്പോൾ ഈ ഗർഭാശയത്തിൽ ഉണ്ണിയുടെ വെയിറ്റ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ അതിനുള്ളിൽ അമ്നിയോട്ടിക് ദ്രവം ഉണ്ടായിരിക്കാം. 2 ലിറ്ററോളം അമ്നിയോട്ടിക് ദ്രവം ഉണ്ടാവും. അതുപോലെ തന്നെ അതിനുള്ളിൽ വളരുന്ന കുഞ്ഞും പ്ലാസൻ്റയും ഒക്കെ ചേർന്നിട്ട് ടോട്ടലായിട്ട് 10 മുതൽ 12 കിലോഗ്രാം വരെയാണ് കേട്ടോ എന്തുണ്ടായിരിക്കാം,
ഈ ഗർഭാശയത്തിനുള്ളിലുണ്ടായിരിക്കുന്നത് 10-12 ഒക്കെയാണ് 12 കിലോഗ്രാം ഒക്കെ വെയിറ്റാണ് ഉണ്ടായിരിക്കുക ഈ ഗർഭാശയത്തിനുള്ളിൽ. അത് താങ്ങുന്നതിനുള്ള ശേഷി ഈ ഗർഭാശയത്തിന് ഉണ്ട് കേട്ടോ. ഈ കാലയളവിൽ ഗർഭാശയം 500 മുതൽ 1000 മടങ്ങ് വരെ വികസിക്കും. ആ ഒരു സമയത്ത് 500 മുതൽ 1000 മടങ്ങ് വരെ ഗർഭാശയം വികസിക്കും. ശക്തമായ സങ്കോചത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകി പ്രസവം സാധ്യമാക്കുന്നതും ഗർഭാശയം തന്നെയാണ്. അപ്പോൾ ഈ ശക്തമായ സങ്കോചത്തിലൂടെ നമ്മൾ നോർമൽ ഡെലിവറി നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു അല്ലേ. അങ്ങനെ കുഞ്ഞിന് ജന്മം നൽകി പ്രസവം സാധ്യമാക്കുന്നതിനെ പറയും ഗർഭാശയം എന്ന് തന്നെയാണ് പറയുക. ഒരു കുഞ്ഞിന് ജന്മം നൽകി പാലൂട്ടി വളർത്തുന്ന മാതൃത്വത്തേക്കാൾ മഹനീയമായ എന്താണ് ഈ ലോകത്തുള്ളതെന്ന് പറയുന്നുണ്ട്. ഗർഭകാലത്തെ പോഷണം, പരിചരണം, പ്രസവം എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു അല്ലേ. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് മുലപ്പാലിൻ്റെ പ്രാധാന്യമാണ്. പ്രസവിച്ച് ഉടൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രം എന്ന പാല് കുഞ്ഞിന് നിർബന്ധമായും നൽകണം. ഇത് കുഞ്ഞിന് ആജീവനാന്ത രോഗപ്രതിരോധ ശേഷി നൽകും. പ്രസവിച്ച ടൈമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാലിൻ്റെ പേരെന്താണ്? കൊളസ്ട്രമാണ്. അതൊരു മഞ്ഞ കളറാണ്. ഈ ഒരു പാൽ എന്തായാലും ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിന് നൽകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് ഇതിൽ കൂടുതലും പോഷകശേഷി കൂടുതലുള്ള ഒരു പാലാണ് ആ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് ആജീവനാന്ത രോഗപ്രതിരോധ ശേഷി നൽകും. 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകണം. 6 മാസം വരെ മുലപ്പാൽ മാത്രമാണ് നൽകേണ്ടത്. വേറെ കട്ടിയുള്ള ആഹാരങ്ങളോ അല്ലെങ്കിൽ കുറുക്കുകളോ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. കുറുക്കുകളോ മറ്റു ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങളോ കുഞ്ഞിന് നൽകേണ്ടതായിട്ട് ആവശ്യമില്ല. 6 മാസം എന്തായാലും മുലപ്പാൽ തന്നെയാണ് നൽകേണ്ടത്. ചുരുങ്ങിയത് 2 വയസ്സ് വരെയെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ നൽകണം. വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ആവശ്യമായ പോഷകങ്ങൾ മുലപ്പാലിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ മുലപ്പാലിൽ നിന്ന് 2 വയസ്സ് വരെയെങ്കിലും ഉണ്ണികൾക്ക് എന്ത് കൊടുക്കണം? പാല് കൊടുക്കണം എന്നാണ് പറയുന്നത്. വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ആവശ്യമായ പോഷകങ്ങൾ മുലപ്പാലിൽ നിന്ന് ലഭിക്കും. അണുബാധ, വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ, അലർജി എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്ന ആൻറ്റിബോഡികൾ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ മുലപ്പാലിൽ എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെ ആൻറ്റിബോഡീസ് ആണുള്ളത്? വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ, അലർജി എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്ന ആൻറ്റിബോഡികളാണ് ഈ മുലപ്പാൽ അടങ്ങിയിരിക്കുന്നത്. ശരീര ഊഷ്മാവ് നിലനിർത്തുന്നതിനും നിർജ്ജലീകരണം തടയുവാനും മുലപ്പാൽ സഹായിക്കുന്നുണ്ട്. ശരീര ഊഷ്മാവ് നിലനിർത്തുന്നതിനും നിർജ്ജലീകരണം തടയുന്നതിനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? മുലപ്പാൽ സഹായിക്കുന്നുണ്ട്. മുലപ്പാൽ പോലെ തന്നെ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് വാക്സിനുകൾ. നമുക്കറിയാം ഉണ്ണി ജനിച്ചു മുതൽ 2 വയസ്സ് വരെ ഫുള്ള് വാക്സിനേഷൻ ഉണ്ട്. അതിനുശേഷം ഉണ്ട് അല്ലേ, ഇടവിട്ട് വാക്സിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ മുലപ്പാൽ തന്നെ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് വാക്സിനുകൾ. കൃത്രിമ പ്രതിരോധശേഷി ആർജിക്കുവാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് വാക്സിനേഷൻ അഥവാ പ്രതിരോധവൽക്കരണം. വാക്സിനുകൾ യഥാസമയം നൽകി കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. വാക്സിനേഷനായി തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സമീപിക്കാം. കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കുമുള്ള എല്ലാ വാക്സിനുകളും സൗജന്യമായിട്ട് നമുക്ക് എന്ത് ലഭിക്കും? ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് ലഭിക്കും അല്ലേ. ഓരോ വാക്സിനും ഏത് രോഗത്തിനുള്ള സംരക്ഷണമാണ്. നമുക്ക് കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ SCERT എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓരോ സമയത്തുള്ള കുത്തിവയ്പ്പുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ആവശ്യം അത്ര ഇല്ല, നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. ജനനസമയത്ത് എന്താണ്? BCGയും OPVയും ഹെപ്പറ്റൈറ്റിസ് B ആണ് ആവശ്യം. 6ാമത്തെ ആഴ്ചയിൽ OPV1, പെൻഡാവാലൻറ്റ് 1, IPV1 നൽകും. ഇനി 10 ആഴ്ചയുണ്ട് അല്ലേ. 10 ആഴ്ചയിലാണെന്നുണ്ടെങ്കിൽ OPV2 കൊടുക്കും. OPV2 കൊടുക്കും. അതുപോലെ തന്നെ പെൻഡാവാലൻറ്റിൻ്റെ 2 കൊടുക്കും, 2ാമത്തെ ഡോസ് കൊടുക്കും. ഇനി 14ാമത്തെ ആഴ്ചയാകും എന്താണ് കൊടുക്കുന്നത്? OPV3 കൊടുക്കും. OPV എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ പെൻഡാവാലിൻ്റെ എന്ന് പറയുന്നത് 4 ആണ് കൊടുക്കുന്നുണ്ട്. പിന്നെ 9 മാസം ആകുമ്പോൾ MR1 ആണ് കൊടുക്കുന്നത്. MR1 ആണ് കൊടുക്കുന്നത് 9ാം മാസത്തിൽ. 16-24 മാസം ആകുമ്പോൾ ഈ MR2 കൊടുക്കും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് A കൊടുക്കും. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് A കൊടുക്കും, DPT കൊടുക്കും. അങ്ങനെ പിന്നെ 5-6 വയസ്സിലൊക്കെ നമുക്ക് 5-6 വയസ്സ്, 10 വയസ്സ്, 16 വയസ്സിലൊക്കെ വാക്സിനേഷൻ നൽകുന്നുണ്ട്. നമുക്കത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി എന്താണ് കൗമാര ഗർഭധാരണം? ടീനേജ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 10 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ സംഭവിക്കുന്ന ഗർഭധാരണത്തെയാണ് കൗമാര ഗർഭധാരണം എന്ന് പറയുന്നത്. കൗമാര ശരീരത്തിന് പ്രസവം പോലുള്ള അമിത സമ്മർദ്ദം ഏറ്റെടുക്കാനുള്ള ശാരീരിക ക്ഷമതയൊന്നും ഉണ്ടാകണമെന്നില്ല. ഈ കാലയളവിലുള്ള ഗർഭധാരണത്തിലും പ്രസവത്തിലും ധാരാളം സങ്കീർണതകൾ സംഭവിക്കാറുണ്ട്. ഒരു 19 വയസ്സ് വരെയുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ആവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏജാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് അപകടകരമാണ്. മാതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാനസികമായി ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതിനാൽ ഇവരിൽ വിഷാദം പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മാസം തികയാതുള്ള പ്രസവം, കുറഞ്ഞ ശാരീരിക ഭാരമുള്ള കുഞ്ഞുങ്ങൾ, പലതരത്തിലുള്ള രോഗാവസ്ഥ,
അതുപോലെ തന്നെ ലൈംഗിക ചൂഷണത്തിലൂടെയും അല്ലാതെയും സംഭവിക്കുന്ന കൗമാരത്തിലെ ഗർഭധാരണം പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ഗർഭഛിദ്രത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്നാണ് പറയുന്നത്, നമ്മൾ അങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ മാതാവിനും അതുപോലെ തന്നെ കുഞ്ഞിനും ഉണ്ടാകാം. ചിലപ്പോൾ അബോർഷനൊക്കെ നടക്കാനായിട്ടൊരു ചാൻസ് ആണ്. അതുപോലെ തന്നെ ഈ അബോർഷനിലേക്കൊക്കെ എത്തിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒരു വ്യക്തിയുടെ അവകാശങ്ങളും അന്തസ്സും ലംഘിക്കുന്ന പ്രവൃത്തിയാണ് ലൈംഗികാതിക്രമം എന്ന് പറയുന്നത്. നമുക്കറിയാം ലൈംഗികാതിക്രമത്തിന് വേണ്ടി പോസ്കോ ആക്ടൊക്കെ നിലവിലുണ്ട്. പ്രായമോ ലിംഗഭേദമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ ആരും ഇതിന് ഇരയായേക്കാം. ലൈംഗികാതിക്രമം ഒരിക്കലും അതിനിരയാകുന്ന വ്യക്തിയുടെ തെറ്റുകൊണ്ടല്ലെന്നും എല്ലാ സാഹചര്യങ്ങളിലും സുരക്ഷിതത്വവും ബഹുമാനവും അനുഭവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ലൈംഗിക അതിക്രമം എന്താണെന്നും എങ്ങനെ സംഭവിക്കുമെന്നും മനസ്സിലാക്കുന്നതാണ് അതിക്രമം തടയുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കൂ എന്നതും അതിക്രമത്തിലൂടെ ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നതൊക്കെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നാലോ നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകളുണ്ടെങ്കിലോ കുടുംബാംഗങ്ങളിൽ നിന്നോ നിയമ സംവിധാനങ്ങളിൽ നിന്നോ ആവശ്യമായ പിന്തുണ നേടണം. 18 വയസ്സിൽ താഴെയുള്ളവർക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ പോക്സോ നിയമങ്ങളിൽ നമുക്കറിയാം പോസ്കോ ആക്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്കും ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്കും സ്വകാര്യതയുടെ തത്സമയ പരിഹാരം ലഭിക്കുന്നതിന് കൗമാര സൗഹൃദ ആരോഗ്യ കേന്ദ്രത്തിലെ കൗൺസിലറെ സമീപിക്കാം. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്പറാണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1056 104 പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ പഠിച്ചിരിക്കുക 1056 104. 1056 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1056 ദിശ ഹെൽപ്പ് ലൈൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ജനനനിരക്കിലെ വ്യതിയാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തടുത്തുള്ള ഗർഭധാരണം മാതാവിൻ്റെയും കുട്ടികളുടെയും ആരോഗ്യത്തെ ബാധിക്കും. ജനസംഖ്യാ വളർച്ച പരിസ്ഥിതിയിലും വിഭവങ്ങളുടെ വിനിയോഗത്തിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ജനനനിരക്ക് കുറവുള്ള ചില രാജ്യങ്ങളിൽ ശിശു പരിചരണത്തിന് അധിക സമയവും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. അപ്പോൾ ഉയർന്ന ജനനനിരക്കും താഴ്ന്ന ജനനനിരക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ഉയർന്ന ജനസംഖ്യയാണെന്നുണ്ടെങ്കിലോ പരിസ്ഥിതി വിഭവങ്ങളുടെ വിനിയോഗത്തിന് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. കുറവാണെന്നുണ്ടെങ്കിലോ ചില രാജ്യങ്ങളിൽ ശിശു പരിചരണത്തിന് അധിക സമയവും സാമ്പത്തിക സഹായവും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നൽകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ നോക്കാം. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന രീതികളോ ഉപകരണങ്ങളെയാണ് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന രീതികളെയോ ഉപകരണങ്ങളെയാണ് എന്ന് പറയുന്നത് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. കുടുംബാസൂത്രണത്തിൽ ഇതിന് നിർണായകമായ പങ്കുണ്ട്. ദമ്പതികൾക്ക് കുട്ടികൾ എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുവാൻ ഇത് അവസരം നൽകുന്നു. ഗർഭധാരണത്തിൽ 2 മുതൽ 5 വരെ വർഷങ്ങളുടെ ഇടവേള വരുന്നത് മാതാവിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ആദ്യ കുഞ്ഞിന് യോജിച്ച പരിചരണം നൽകുന്നതിനും ഇടയാക്കുകയും ചെയ്യും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വീകരിക്കാവുന്ന ഗർഭനിരോധന മാർഗ്ഗങ്ങളുണ്ട്. പുരുഷന്മാർക്കുണ്ട് സ്ത്രീകൾക്കുണ്ട്. നമുക്ക് ഏതൊക്കെ മാർഗ്ഗങ്ങളാണെന്ന് നമുക്ക് നോക്കാം. 2 വയസ്സ് 5 വയസ്സൊക്കെ ഗ്യാപ്പാണ് രണ്ടാമത്തെ കുഞ്ഞ് അല്ലെങ്കിൽ അടുത്ത കുഞ്ഞുണ്ടാകുന്നതിനായിട്ട് വേണ്ടതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഹോർമോൺ ഗുളികകൾ കഴിക്കാം. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് വെച്ചതാണ് അണ്ടോത്സർജനം തടസ്സപ്പെടുത്തുന്നതാണ്. അണ്ടോത്സർജനം തടസ്സപ്പെടുത്തുന്ന പിൽസാണ് ഹോർമോൺ ഗുളികകൾ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡയഫ്രം? പുംബീജങ്ങൾ ഗർഭാശയത്തിൽ എത്തുന്നത് തടയുന്നതിനായിട്ടാണ് ഡയഫ്രം ഉപയോഗിക്കുന്നത്. പുംബീജങ്ങൾ ഗർഭാശയത്തിലേക്ക് എത്തുന്നത് തടയുന്നതിനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡയഫ്രം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പുംബീജനാശിനികൾ എന്ന് വെച്ചാൽ എന്താണ്, ഗർഭാശയത്തിൻ്റെ സെർവിക്സിന് സമീപം പുംബീജങ്ങളെ നശിപ്പിക്കുന്നതിനാണ് പുംബീജനാശിനികൾ ഉപയോഗിക്കുന്നത്. ഒരു ജെല്ല് പോലെയുള്ള ഒരു ഇതാണ് അത്. ഗർഭാശയത്തിൻ്റെ സെർവിക്സിന് സമീപം പുംബീജങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഗർഭാശയാന്തര ഉപകരണങ്ങളുണ്ട്. ഇംപ്ലാന്റേഷൻ തടയുന്നതിനായിട്ട് ഗർഭാശയാന്തര ഉപകരണങ്ങളുണ്ട് കേട്ടോ, ഇംപ്ലാന്റേഷൻ തടയുന്നതിനായിട്ട്. അതുപോലെ തന്നെ ട്യൂബെക്ടമി എന്ന് വെച്ചാൽ എന്താണ്, അണ്ടവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ അണ്ടത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. അണ്ടവാഹിയെ മുറിച്ചോ അല്ലെങ്കിൽ കെട്ടിവെച്ചോ അണ്ടത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതിനാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. അവർ ചോദിക്കാറുണ്ട് കേട്ടോ, ട്യൂബെക്ടമി എന്ന് പറയുന്നത് ആർക്കാണ്, സ്ത്രീകൾക്കാണ്. അണ്ടവാഹിയാണല്ലേ മുറിച്ചിട്ട് അല്ലെങ്കിൽ കെട്ടിവെച്ചിട്ടാക്കുന്നത്, ട്യൂബെക്ടമി ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഗർഭനിരോധന ഉറകളിലെ പുംബീജങ്ങൾ യോനിയിൽ നിക്ഷേപിക്കുന്ന തടയുന്നതിനായിട്ടാണ് കോണ്ടംസ് ഉപയോഗിക്കുന്നത്. ഇനി വാസെക്ടമി എന്ന് വെച്ചാൽ ആർക്കാണ് നമ്മൾ പറഞ്ഞു, ട്യൂബെക്ടമി എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ്, വാസെക്ടമി എന്ന് പറയുന്നത് പുരുഷന്മാർക്കാണ്. ബീജവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ പുംബീജത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതിനാണ് വാസെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? ഒന്ന് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിലെ ഹോർമോൺ ഗുളികകൾ കഴിക്കാൻ അണ്ടോത്സർജനം തടസ്സപ്പെടുത്തുന്നതിനായിട്ട്. പിന്നെ ഡയഫ്രം ഉണ്ട്, പുംബീജങ്ങൾ ഗർഭാശയത്തിലെത്തുന്നത് തടയുന്നതിനായിട്ട്. പുംബീജനാശിനികൾ അല്ലെങ്കിൽ സ്പെർമിസൈഡ്സ് ഉണ്ട്, ഗർഭാശയത്തിൻ്റെ സെർവിക്സിന് സമീപം പുംബീജങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട്.
ഗർഭാശയാന്തര ഉപകരണങ്ങളുണ്ട് അല്ലേ, ഇൻട്രായൂട്ടറിൻ ഡിവീസസ് ആൻഡ് ഇംപ്ലാന്റേഷൻ തടയുന്നതിനായിട്ട്. പിന്നെ ട്യൂബെക്ടമി, അണ്ടവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ അണ്ടത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഗർഭനിരോധന ഉറകൾ അല്ലെങ്കിൽ കോണ്ടംസ്, പുംബീജങ്ങൾ യോനിയിൽ നിക്ഷേപിക്കുന്നത് തടയുന്നതിനായിട്ട്. വാസെക്ടമി, ബീജവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ പുംബീജത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതിനായിട്ട് വാസെക്ടമി ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് എന്താ നോക്കാൻ പോകുന്നത്, വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നാണ്. ഗർഭം ധരിക്കാമെന്ന് ദമ്പതികൾ തീരുമാനിച്ച സമയം മുതൽ ഒരു വർഷത്തിന് ശേഷവും ഗർഭം ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വന്ധ്യതയായിട്ടാണ് പരിഗണിക്കുന്നത്. പങ്കാളികളിൽ ഒരാൾക്കോ ഇരുവർക്കുമോ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടാകാം. പുംബീജ ഉൽപാദനത്തിലെ തകരാറുകൾ, പുംബീജങ്ങളുടെ എണ്ണത്തിലും അവയുടെ ചലനശേഷിയിലുമുള്ള കുറവ്, ചില രോഗങ്ങൾ എന്നിവയൊക്കെ പുരുഷ വന്ധ്യതയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാരിലെ പുംബീജങ്ങളുടെ തകരാറുകൾ അല്ലെങ്കിൽ അതിന് എണ്ണത്തിലോ അല്ലെങ്കിൽ ചലനശേഷിയിലുള്ള കുറവോ ചില രോഗങ്ങളൊക്കെ ഈ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പുരുഷ വന്ധ്യതയ്ക്ക് ഇടയാക്കുന്നതാണ്. അണ്ടോൽപാദനത്തിലെ തകരാറും അണ്ടവാഹിയിലെ തടസ്സങ്ങളും പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം അല്ലെങ്കിൽ PCOS പോലുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥയൊക്കെ സ്ത്രീകളിൽ വന്ധ്യത ഇടയാക്കുന്ന കാരണങ്ങളാണ്. അണ്ടോൽപാദനത്തിൽ തകരാറും അണ്ടവാഹിയിലെ തടസ്സങ്ങളും പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഒക്കെ ആരുടെയാണ്, സ്ത്രീകളിൽ ഉണ്ടാകുന്ന വന്ധ്യതയ്ക്ക് ഉണ്ടാകുന്ന കാരണങ്ങളാണ്. വിഷവസ്തുക്കൾ, മലിനീകരണം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മദ്യപാനം എന്നിവയും ലൈംഗികമായി പകരുന്ന അണുബാധകൾ, പ്രത്യുൽപാദന അവയവങ്ങളിലെ വീക്കം എന്നിവയും ഇരുവരിലും പ്രത്യുൽപാദനക്ഷമത കുറയ്ക്കാം. വിഷവസ്തുക്കൾ, മലിനീകരണം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മദ്യപാനം എന്നിവയും ലൈംഗികമായി പകരുന്ന അണുബാധകൾ, പ്രത്യുൽപാദന അവയവങ്ങളിലെ വീക്കം എന്നിവയ്ക്ക് എന്താണ്, ഈ പ്രത്യുൽപാദനക്ഷമത കുറയ്ക്കുന്നതിനായിട്ട് ഉണ്ടാകുന്ന കാരണങ്ങളാണ്. ലബോറട്ടറിയിലെ ഹോർമോൺ, ശുക്ല പരിശോധനകൾ, അൾട്രാസൗണ്ട് സ്കാനിങ്, ജനിതക പരിശോധനകൾ എന്നിവ വഴി വന്ധ്യതയ്ക്ക് കാരണം തിരിച്ചറിയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ട് എന്ത് ചെയ്യാം, വന്ധ്യതയ്ക്കുള്ള കാരണം തിരിച്ചറിയാം അല്ലേ. മരുന്നുകളും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF പോലെയുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജികളും ART വന്ധ്യത ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്താം. IVF അല്ലെങ്കിൽ ഇൻട്രാവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്താം, അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജികളും നടത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടെന്നും അതിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും മാർഗ്ഗങ്ങൾ നേടാമെന്നാണ് ഇതിൽ പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി എന്താണ് ലൈംഗിക രോഗാണുബാധകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. പ്രധാനമായും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ബാക്ടീരിയ, വൈറസ്, പരാതങ്ങൾ, ഫംഗസ് എന്നിവയൊക്കെ ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബാക്ടീരിയ, വൈറസ്, പരാതങ്ങൾ, ഫംഗസ് എന്നിവയൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എയ്ഡ്സ്, ക്ലമിഡിയാസിസ്, ഗോണേറിയ, സിഫിലിസ്, ജനനേന്ദ്രിയ ഹെർപ്പസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV അണുബാധ, ഹെപ്പറ്റൈറ്റിസ് B, ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡിയാസിസ് എന്നിവയാണ് ഏറ്റവും സാധാരണമായ ലൈംഗിക രോഗാണുബാധകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എയ്ഡ്സ്, ക്ലമിഡിയാസിസ്, ഗോണേറിയ, സിഫിലിസ്, ജനനേന്ദ്രിയ ഹെർപ്പസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV അണുബാധ, ഹെപ്പറ്റൈറ്റിസ് B, ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡിയാസിസ് എന്നിവയൊക്കെ ഇങ്ങനത്തെ രോഗങ്ങളാണ്. HPV, ഹെപ്പറ്റൈറ്റിസ് B എന്നീ അണുബാധകൾക്കെതിരെ വാക്സിനേഷൻ നിലവിലുണ്ട്. അപ്പോൾ HPV വരാണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് B വരാണെന്നുണ്ടെങ്കിലും വാക്സിനേഷൻ ഉണ്ട്. കൂടാതെ ലൈംഗിക അവയവങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കുന്നതും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുന്നതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുവാനും രോഗപകർച്ച കുറയ്ക്കുവാനായിട്ടും സഹായിക്കും. അപ്പം HIV നൽകിയിട്ടുണ്ട്. ഗോണോകോക്ക് എന്ന് പറയുന്ന ഒരു രോഗം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പണോമ പാലിഡ് എന്ന് പറയുന്ന രോഗകാരികളുടെ പിക്ചർ അവിടെ നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് HIV അണുബാധയും സെർവിക്കൽ ക്യാൻസറും എന്ന് പറയുന്നത് നോക്കാം. ലൈംഗികാരോഗ്യങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV എന്ന് പറയുന്നത്. ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണിത്. അപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു ഭീകരമായിട്ടുള്ള ഒരു രോഗമാണ് അല്ലേ. ജനനേന്ദ്രിയത്തിൽ അരിമ്പാറ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്. HPV ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നതാണ് ഇത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്, HPV ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. ഉയർന്ന അപകട സാധ്യതയുള്ള HPV ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സെർവിക്കിലെ കോശങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ സെർവിക്കൽ ക്യാൻസർ ആയിട്ട് മാറും. സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ കൂടുതലാണ്. ഇവരിൽ വൈറസ് ബാധ തീവ്രമായിരിക്കും. 18 വയസ്സിന് മുമ്പാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും,
വൈറസ് ബാധ കൂടും, പക്ഷേ ഇതിൻ്റെ ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. രോഗലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. പാപ് സ്മിയർ ടെസ്റ്റുകൾ, HPV ടെസ്റ്റിംഗ് എന്നിവ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായകമാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. പാപ് സ്മിയർ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്തിനാണ്? പാപ് സ്മിയർ ടെസ്റ്റ് ക്യാൻസറിനൊന്നും നോക്കുന്ന ടെസ്റ്റാണ് പാപ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. HPV ടെസ്റ്റിംഗ് ഒക്കെ ഈ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായകമാണ്. കേരളത്തിലെ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗം സെർവിക്കൽ ക്യാൻസർ ആണ്. അപ്പോൾ സ്ത്രീകളിൽ സ്തനാർബുദം ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു ഇതാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ രോഗം പ്രതിരോധിക്കുന്നതിനായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ വാക്സിനേഷൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകളിൽ 26 വയസ്സ് വരെയും പുരുഷന്മാരിൽ 21 വയസ്സ് വരെയും നൽകാവുന്ന വാക്സിനുകൾ ഇപ്പോൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ പറയുന്നത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് ഒരു വലിയ രോഗങ്ങൾക്ക്, മാരകമായ രോഗത്തിന് കാരണമാകുന്ന ഒരു ഇതാണ് അല്ലേ. അതായത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഇതിനെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാതെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് കാണിക്കുന്നുണ്ട്? ഒരു വാക്സിനേഷനൊക്കെ ഇതിന് വേണ്ടി നൽകുന്നുണ്ട്. പാപ് സ്മിയർ ടെസ്റ്റും HPV ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗം നിർണ്ണയിക്കാനായിട്ട് പറ്റുമെന്നും പറയുന്നു. ഇനി പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമം എന്ന് പറയുന്നുണ്ട്. പരിണാമത്തിൻ്റെ അടയാളങ്ങൾ പ്രത്യുൽപാദനത്തിലും കാണാനാവും. മുട്ടയിട്ട് വംശവർദ്ധനം നടത്തുന്ന ജീവികളിൽ നിന്നും പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തനികളിലേക്കുള്ള വികാസം അതാണ് സൂചിപ്പിക്കുന്നത്. നട്ടിലുള്ള ജീവികളുടെ പരിണാമത്തിൽ ഇത് സുവ്യക്തമാണ്. അതായത് നമുക്കറിയാം മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സസ്തനികളെയും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നോക്കിയേ, കോഴിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രസവിക്കുന്നതും, അതായത് പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളുണ്ട്. അതുപോലെ തന്നെ മുട്ടയിട്ടിട്ട് പിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ജീവികളും ഉണ്ടെന്നാണ് പറയുന്നത്. മത്സ്യങ്ങളും ഉഭയജീവികളും ബാഹ്യബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുന്നു. മത്സ്യങ്ങളും ഉഭയജീവികളും എങ്ങനെയാണ്? ബാഹ്യബീജ സംയോഗത്തിലൂടെ, അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് മത്സ്യങ്ങളിലും ഉഭയജീവികളിലാണ്. ഉരകങ്ങളിലും പക്ഷികളിലും അത് ആന്തരബീജ സംയോഗം അല്ലെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. മത്സ്യങ്ങളിലും ഉഭയജീവികളിൽ എന്താണ്? പുറത്താണല്ലേ ബാഹ്യബീജ സംയോഗമാണ് നടക്കുന്നത്. ഉരകങ്ങളിലും പക്ഷികളും അത് ആന്തരബീജ സംയോഗമാണ്. അപ്പോഴും ശരീരത്തിന് പുറത്ത് വെച്ചാണ് മുട്ട വിരിയുന്നത്. മുട്ടയ്ക്കകത്തുള്ള സമൃദ്ധാഹാരം ഉപയോഗിച്ചാണ് ഭ്രൂണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത്. സസ്തനികളിലേക്ക് വരുമ്പോൾ മുട്ട ബീജസംയോഗത്തിന് ആവശ്യമായ കോശമായിട്ട് പരിമിതപ്പെടുത്തും. അങ്ങനെ സസ്തനികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട എന്ന് പറയുന്നത് ഒരു കോശമായിട്ട് രണ്ടായിട്ടാണ് കാണപ്പെടുന്നത്. അമ്മയുടെ ശരീരത്തിനുള്ളിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിച്ച് ഗർഭശിശു വളർച്ച പൂർത്തീകരിക്കുന്നു. ജീവികളിലെ ചരിത്രം പരിണാമത്തിൻ്റെതാണെന്ന് പ്രത്യുൽപാദന പ്രക്രിയയിലൂടെ പ്രകൃതി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഇത്ര വലിയൊരു ചാപ്റ്ററാണ്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നോക്കി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ് പറഞ്ഞത്? 270 മുതൽ 280 ദിവസം വരെയാണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ. ഗർഭശിശുവിൻ്റെ വളർച്ച നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അൾട്രാസൗണ്ട് സ്കാനിങ് ആണെന്ന് പറഞ്ഞു. ഗർഭശിശുവിനെ വലയം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചി ഏതാണ്? അമ്നിയോണിലാണ് അല്ലേ. അമ്നിയോണിനുള്ളിലാണെന്നുള്ളത് ദ്രാവകമാണ്, അമ്നിയോട്ടിക് ദ്രാവകമുള്ളത്. ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഗർഭനിരോധനത്തിനായി പുരുഷന്മാർക്ക് സ്വീകരിക്കാവുന്ന ഒരു ശസ്ത്രക്രിയ മാർഗമാണ് ചൂണ്ടി നൽകിയിരിക്കുന്നത്. ഈ പിക്ചർ നൽകിയിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാസക്ടമി ആണല്ലേ. വാസക്ടമി ആണെന്ന് പറഞ്ഞു. വാസക്ടമി എന്ന് വെച്ചാൽ എന്താണ്? പുരുഷന്മാരിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഒരു ഇതിനാണല്ലേ എന്ന് പറയുന്നത് വാസക്ടമി എന്ന് പറയുന്നത്. അതായത് പുരുഷന്മാരിൽ വന്ധ്യതയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രാസെപ്റ്റീവ് പിൽസൊക്കെ ഉപയോഗിച്ച് നമുക്ക് നിരോധിക്കാമെന്ന് പറഞ്ഞു. കുറേ മാർഗ്ഗങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലൊന്നാണ് വാസക്ടമി എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ ചെയ്യുന്ന ഒരു ഭാഗമാണ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പുംബീജവുമായി ബന്ധപ്പെട്ടിട്ട് ബീജവാഹിയെ മുറിച്ചില്ലെങ്കിൽ കെട്ടിവെച്ചോ പുംബീജത്തിൻ്റെ സഞ്ചാരപഥ അടയ്ക്കാണ് ഈ വാസക്ടമിയിൽ ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ബാഹ്യബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉരകങ്ങളും അതുപോലെ തന്നെ ഉരകങ്ങളല്ലല്ലോ നമ്മൾ പറഞ്ഞത്. മത്സ്യങ്ങളും ഉഭയജീവികളാണ് ബാഹ്യബീജ സംയോജനം എന്ന് പറഞ്ഞു. ഉരകങ്ങളും പക്ഷികളൊക്കെ എന്താണ്? ആന്തര സംയോജനമാണെന്നും പറഞ്ഞു. പിന്നെ മുലപ്പാലിൻ്റെ പ്രതിരോധം, മുലപ്പാലും അതുപോലെ തന്നെ ആദ്യ പ്രതിരോധത്തെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ പറയുന്നത്. ആദ്യത്തെ 3 മാസം എന്ന് വെച്ചാൽ ആദ്യത്തെ 3 മാസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുന്നത് എന്താണ്? വാസക്ടമിയാണ്.